ഇന്ന് മെറീന നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് റെഡ് വെൽവെറ്റ് ആണ്. പ്രേമ സിനിമ ഇറങ്ങിയപ്പോഴാണ് റെഡ് വെൽവെറ്റ് എന്നുള്ള പേര് തന്നെ കേട്ടത് അല്ലേ. ഇതുവരെ കേക്ക് ഉണ്ടാക്കാത്തവർക്ക് പോലും മെറീന പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവൂട്ടാ. കരിക്ക് കേക്ക് നല്ല രസാട്ടാ. ആണോ? നല്ല രസാ. ട്രിപ്പ് കൊടുക്കാറായി എല്ലാവരും. ഇതൊന്ന് കഴുകിക്കൊണ്ട് കഴിയും. നമ്മളോടാണോ കളി? നമസ്കാരം, എൻ്റെ കൂടെയുള്ളത് മെറീനയാണ്. മെറീനനെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് വന്നിട്ട് നമുക്ക് പ്ലം കേക്കൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കി, വേറെ സ്ട്രോബെറി ഉണ്ടാക്കി. അങ്ങനെ 3 കേക്കുകൾ മെറീന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വീണ്ടും അടുത്ത ഒരു ക്രിസ്മസ് കാലം വന്നിരിക്കുന്നു. ഇത് ഞങ്ങളൊക്കെ കണ്ടില്ലേ. ഞാനിവള് റെഡ് ഇട്ടിട്ട് തന്നെയാവും വരാൻ ചോദിച്ചാൽ ഞാനൊക്കെ റെഡ് വിചാരിച്ചു, പക്ഷെ അവള് റെഡ് ഇട്ടില്ല. അപ്പോൾ ഇന്ന് മെറീന നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് റെഡ് വെൽവെറ്റ് ആണ്. കേക്ക് ക്രിസ്മസ് അല്ലേ, അപ്പം റെഡ് കളറിലുള്ള കേക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് റെഡ് വെൽവെറ്റ് കേക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമായി ചെയ്യാൻ പോണത് ബട്ടർ പേപ്പർ ഇട്ട് പാത്രം റെഡിയാക്കി വെക്കുന്നു. പാത്രം 7 ഇഞ്ചിൻ്റെ കേട്ടാ. മെറീനയുടെ ചാനൽ കയറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് തരം കേക്ക് ഉണ്ടാക്കണത് നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടാ. കുറച്ചുള്ള സമയമില്ല മെറീനയ്ക്ക്, ഭയങ്കര ബിസിയാ അല്ലേ. ഞാനിപ്പോൾ കുറച്ച് ശേഷം ആദ്യം ഇട്ട് തുടങ്ങിട്ടാ. ആദ്യം വീഡിയോ ഇടയ്ക്കൊന്ന് സ്റ്റക്കായിരുന്നു, കുറച്ച് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ ആദ്യം ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് ഏതെങ്കിലും ഇട്ടേ? ഇപ്പൊ ഒരു 9 മാസത്തിന് ശേഷം ഞാൻ തുടങ്ങിയത് ബ്ലാക്ക് ഫോറസ്റ്റ് ഇട്ടിട്ടാണ് തുടങ്ങിയത്. ബ്ലാക്ക് ഫോറസ്റ്റിന് നിങ്ങൾക്ക് കൂടുതൽ ഓർഡർ കിട്ടണം അല്ലേ? അങ്ങനെയൊന്നുമില്ല, ക്രിസ്മസിന് ബ്ലാക്കും വൈറ്റാ കൂടുതൽ ഓർഡർ കിട്ടുക. പ്ലം കേക്ക് ആരും ഓർഡർ തരാറില്ലേ? ഞാൻ എടുക്കണില്ല, ഓർഡർ എടുക്കണില്ല. അതെ, ഞാൻ ഈ ക്രീം കേക്കുകളുടെ ഇടയിൽ കൂടെ പ്ലം കേക്ക് ചെയ്യല് ശരിയാവില്ല. ക്രിസ്മസ് ആയാലും ആൾക്കാർ ക്രീം കേക്കുകൾ ഉപയോഗിക്കില്ലേ? പിന്നെന്താ, അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ഷോപ്പിലൊക്കെ സ്റ്റാഫിന് കൊടുക്കാനൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മേടിക്കും. ഇപ്പം എനിക്ക് നിലവിൽ ഇപ്പോൾ ഓർഡർ മുഴുവൻ വന്നിരിക്കുന്നത് ബ്ലാക്കും വൈറ്റാണ്. ഇതിൽ കുറച്ച് ഓയിലാക്കിയിട്ട് നമുക്ക് ഈ ബട്ടർ പേപ്പർ ഇതിൽ വെക്കാം കേട്ടോ. സൈഡിൽ ഞാൻ വെക്കുന്നുണ്ട്, നമുക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ സൈഡിൽ വെക്കുന്നതാണ് നല്ലത്. പിന്നെ കുറച്ച് ഓവർഫ്ലോ ആവാതിരിക്കാനും സൈഡിൽ വെക്കുന്നത് നല്ലത് കേട്ടോ. ഇതുവരെ കേക്ക് ഉണ്ടാക്കാത്തവർക്ക് പോലും മെറീന പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവൂട്ടാ. ഈസി ആയിട്ട് ഇത് ഇത്ര ഈസി ആയിരുന്നു എന്ന് തോന്നുന്നു. അത്ര നന്നായിട്ട് മനസ്സിലാക്കി തന്നിട്ടാണ് മെറീന ചെയ്യുക ഒരുവിധം. അതായത് നമുക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ യൂട്യൂബിൽ തന്നെ പഠിച്ചതെന്ന്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് നോക്കിയിട്ട് അങ്ങനെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആവുന്ന വീഡിയോ ചിലപ്പോൾ എല്ലാത്തിനും നല്ലതുകൾ മാത്രം എടുത്തിട്ടാണ് എല്ലാത്തിനും മിക്സ് ചെയ്തെടുത്തിട്ട് ചെയ്യും. ഇതിപ്പോൾ ഈ റെഡ് വെൽവെറ്റ് 2 മെത്തേഡിലൊക്കെ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ടർ മിൽക്ക് ഇട്ടിട്ട് ചെയ്യും. ഇതിപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യണത് കേട്ടോ. അല്ല, എൻ്റേതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ മാതിരി കുറച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാ. പക്ഷെ ഇത് കണ്ടു നോക്കിയിട്ട് നല്ലത് നോക്കിയെടുക്കും. പക്ഷെ ഇത് ഫ്ലോപ്പ് ആവാതെ കിട്ടുന്നുണ്ട്. ഓർഡറുകൾ ഇത് ചെയ്ത് കൊടുക്കാറുണ്ടാ? പിന്നെ നീ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഉണ്ടാക്കി തന്നിട്ടില്ല. പ്രേമ സിനിമ ഇറങ്ങിയപ്പോഴാണ് റെഡ് വെൽവെറ്റ് എന്നുള്ള പേര് തന്നെ കേട്ടത് അല്ലേ? അതുവരെ കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. ഭയങ്കര ഹിറ്റായി ആ സിനിമയോട് കൂടി. അതിൽ ആ ഒരു സീനുണ്ട്. ഇത് കുറച്ച് ഹൈറ്റിൽ വെക്കുന്നുണ്ട് കേട്ടാ. ചിലപ്പോൾ ഇത് ഓവർഫ്ലോ ആവുകയാണെങ്കിൽ തന്നെ പുറത്തേക്ക് പോവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അതെ. പിന്നെ അതാണ്ട് മീൻ വെട്ടണ കത്രികയായിരുന്നു വേണ്ടിയിരുന്നത്. മീൻ വെട്ടണ കത്രിക വേണ്ട, അതിൽ നല്ലത് തുണി. ഒരു മരം വെട്ടുമ്പോഴേ ഉപയോഗിക്കാറില്ലല്ലോ, അതുകൊണ്ടാ. അല്ല, ഞാൻ ഒന്ന് ആലോചിക്കണേ. ഞാൻ ആ ജ്യൂസ് വേൾഡിൽ ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്ത് ഒരു 3 വീഡിയോ ചെയ്തുല്ലോ. അതിൻ്റെ ബേസിൽ എന്നെ കുറേ പേര് വിളിച്ചിട്ടുണ്ട്. ഈ ഇവിടുത്തെ പ്ലം കേക്ക് ഉണ്ടാക്കണത് കണ്ടിട്ടും അതുമാതിരി പൈനാപ്പിൾ കേക്കൊക്കെ ചെയ്തിട്ട് അധികം എന്നെ വിളിക്കുന്നത് ഒരു 60 കഴിഞ്ഞ അമ്മച്ചിമാരാ. അവരെന്തിനാന്നറിയോ? പേരക്കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ പറഞ്ഞത് മനസ്സിലാവണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. അതുകൊണ്ടാണ് ഇപ്പോൾ ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ഒട്ടും ഒഴിവ് ഇല്ല. ഞാൻ കുട്ടികൾക്ക് പരീക്ഷയും പിന്നെ എനിക്ക് ഓർഡറുകളുണ്ട്. പിന്നെ വേറെ ജോലിക്ക് പോകുന്നുണ്ട് മെറീന. ഇത് എല്ലാത്തിനും പുറമെ നമ്മുടെ സീമ ചേച്ചിക്ക് ചെയ്ത പോലത്തെ ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അത് പറയാം, കുഴപ്പമില്ല. മോണയ്ക്കുള്ള
ഒരു സർജറിയും കൂടി കഴിഞ്ഞിട്ടാണ് ഇരിക്കണം 2 ദിവസം മുന്നേ. 2 ദിവസം മുന്നേ. അപ്പൊ ഇപ്പൊ സംസാരിക്കാൻ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരെ വിളിച്ചിട്ട് മനസ്സിലാവണുണ്ടെന്ന് പറയുമ്പോഴല്ലേ നമുക്ക് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാനായിട്ട്. അന്ന് ശരി നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് എനിക്കും ഒരു താല്പര്യം ചെയ്ത് കേട്ടാ. അപ്പൊ എന്റെ ചാനലിൽ വീഡിയോ ഇടാനും ഞാൻ കാരണം അതാ, ഒരാൾക്ക് കേട്ടാ മനസ്സിലാവണമെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടാവല്ലോ പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ അതായത് നമ്മൾ ബട്ടർ പേപ്പർ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇത് ഇപ്പൊ നമ്മള് മെറീന അന്ന് വട്ടയും ചെമ്പൊക്കെ ആയിട്ടാ വന്നിട്ടുണ്ടായിരുന്നേ ഇത് ഉണ്ടാക്കാനായിട്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഓവൻ ഉള്ളത് കൊണ്ട് ഓവൻ വർക്ക് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ. ഓവനിലായത് കൊണ്ട് തന്നെ ഞാൻ മുൻകൂർ ജാമ്യം എടുക്കാം. എനിക്ക് ഓവൻ ഉപയോഗിച്ച് പരിചയമില്ല, സരിതയ്ക്കും പരിചയമില്ല, കേക്ക് ഉണ്ടാക്കിയിട്ട് പരിചയമില്ല. അതിൽ പിസയും പിന്നെ എന്തുണ്ടാക്കിയ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ഞങ്ങള്, മീനും ഇറച്ചിയും ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രശ്നമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാത്തത് കൊണ്ട് എനിക്ക് അറിയില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ നോവല്ല ചെയ്ത് നോക്കണേ. ഞാനും ഒരു ഓവൻ മുന്നൊന്ന് ഓണാക്കി നോക്കായിരുന്നു, ചൂടാവുണ്ടോന്നില്ലേ? അത് ഞാൻ ഉത്തരവാദിയല്ല. അല്ല, നമുക്ക് നമ്മുടെ ചേട്ടനെ വിടാം, റിൻസൺ ചേട്ടനെ വിടാം വട്ടയെടുക്കാൻ. അപ്പൊ ഇത് മാറ്റി വെച്ചു. ഇനി നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. ഇനി പൊടികൾ അരിച്ചെടുക്കാം കേട്ടോ. മൈദയാണ്. പൊടി അരിക്കുമ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തോട്ടാ. ഒരു കപ്പ് 250 ml കപ്പ് കേട്ടോ. 250 ml ഇവിടെ കപ്പും എഴുതിയിട്ടുണ്ടാവും. ഒരുവിധം കേക്കുകളെല്ലാം നമ്മൾ 250 ml തന്നെ മെഷർ ചെയ്യുക. അപ്പോൾ കപ്പ് സെറ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇങ്ങനത്തെ 250 ml മേടിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് മൈദ ഇതിലേക്ക് കോരിയിട്ട് നിറയ്ക്കുക. കുത്തി നിറയ്ക്കാണ്ട് ഇതിലേക്ക് കോരിയിട്ടിട്ട് ലെവലാക്കി എടുക്കുക. കുത്തി നിറയ്ക്കരുതെന്ന് പറയുന്നത് മനസ്സിലായോ സരിത? അതായത് ഇതൊന്നും ചില വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യരുത്. അതായത് ഇത് പ്രസ് ചെയ്താൽ വീണ്ടും കൊള്ളു ഇതില്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇതിൽ കോരിയിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ലെവലാക്കി എടുക്കുക. അത് മതി. ഇതായിരിക്കും കറക്റ്റ് അളവ്. ഇല്ല, അത് നിന്നെ നമസ്കരിച്ചതാടി. ഇവിടെ അളവ് തെറ്റിട്ടാ. നിന്റെ പിന്നിൽ വന്ന് കിടന്നു. എൻ്റെ പിന്നെ മോളെ അതിനെ ഉറപ്പിച്ചു വിടടി. മെറീനയ്ക്ക് പാറ്റ മുതൽ ഇങ്ങോട്ടുള്ള ജീവജാലങ്ങളൊക്കെ പേടിയാണെന്ന്. എൻ്റെ പാറ്റ വരെ പേടിയില്ല അല്ലേ? പാറ്റ വരെ പേടിയില്ല. എൻ്റെ സൈസും പാടും കണ്ടിട്ട് എനിക്ക് ഇതുവരെ പേടിയാന്നിരിക്കും ആൾക്ക്. എനിക്ക് പേടിയുണ്ട്, പശുവിനെ മാത്രം. അതെ, എൻ്റെ കോൺസെൻട്രേഷൻ ഒക്കെ പോണു. കാമറിപ്പൊടി ചേട്ടൻ ആ കാമറീനെ ഓടിപ്പിച്ചേ. അടുത്തത് ബേക്കിംഗ് പൗഡർ കേട്ടാ. ഞാനത് ബേക്കേഴ്സിൻ്റെ ബേക്കിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ബേക്കിംഗ് പൗഡർ പല കമ്പനിയുടെ ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ മേടിച്ചിട്ട് ഒരു ചില്ല് കുപ്പിയിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിൽ ഇട്ട് വെക്കുന്നു. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കണ്ട കേട്ടോ. ഇതെടുത്ത അളവ് പറഞ്ഞില്ല. ഇത് 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ. ഓക്കെ. ഈ 2 സ്പൂണുകൾ തമ്മിൽ തെറ്റരുത്. ഇത് ടേബിൾ സ്പൂൺ, ഇത് ടീസ്പൂൺ. എന്ന് വെച്ചാൽ ഇത് 1 ടേബിൾ സ്പൂൺ, ഇത് 1/2 ടേബിൾ സ്പൂൺ. ഇത് 1 ടീസ്പൂൺ, ഇത് 1/2 ടീസ്പൂൺ. 1 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ ഇതിലെടുത്ത് കഴിഞ്ഞാൽ ആകെ ഫ്ലോപ്പ് ആവും. അതുകൊണ്ട് ടേബിൾ സ്പൂണും സാധാരണ ടീസ്പൂണും തെറ്റിപ്പോരുത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ സോഡയാണ്, അല്ല ബേക്കിംഗ് പൗഡറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്, പക്ഷെ അത് ലാസ്റ്റാ ചേർക്കണേ. 1 കപ്പ് പൊടി മൈദമാവ് ഇട്ടു, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടു. അതേ 1 ടീസ്പൂൺ കൊണ്ട് തന്നെ നമ്മൾ കൊക്കോ പൗഡർ 1 ടീസ്പൂൺ തന്നെ മതി. ഏകദേശം നിറച്ചിട്ട് ഇത് ഇത്തിരി ഡാർക്ക് കൊക്ക കേട്ടോ. ലൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. 1 നുള്ളുപ്പ്. ഇനി നമ്മളിതൊന്ന് അരിച്ചെടുക്കാം. 3 പ്രാവശ്യം അരിക്കൽ ഞാനിപ്പോൾ നിർത്തി. ഞാൻ ഇപ്പോൾ 1 പ്രാവശ്യം അരിക്കുന്നത്. അത് അതുകൊണ്ടല്ല, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരുന്നില്ല ഒരു അരിപ്പ. ആ അരിപ്പൻ്റെ കേടായി. ഈ അരിപ്പയിൽ വീഴാൻ കുറച്ച് ഇതാ. അപ്പൊ എനിക്ക് 3 വട്ടം അരിക്കാനുള്ള ക്ഷമയില്ല. അതുകൊണ്ടാണ് ഞാൻ 1 പ്രാവശ്യം അരിക്കുമ്പോൾ. അതായത് ഇതിലരിക്കണത് 3 പ്രാവശ്യം മറ്റേലരിക്കണതിന് തുല്യമാണ്. കാരണം ഇതിന് 2 ലെയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ആവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്തിരി നേരം വേണം. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ അരിച്ച് വലിയ ഓട്ടയായിട്ടുള്ള അരിപ്പുള്ളവര് 3 വട്ടം വേണമെങ്കിൽ അരിച്ചോ. ഇതിലിങ്ങനെ വീഴാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ നന്നായി വീഴും ചെയ്യും. അത് കാരണം പിന്നെ 1 പ്രാവശ്യം മതി. എന്നിട്ട് ഇത് സ്പൂണ് വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈ മിക്സിയിൽ ഒഴിവാക്കാൻ പാടില്ല. നമ്മൾ 1 പ്രാവശ്യം അരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തും ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാവർക്കും ചേർത്ത് ഇനി ഇത് ഒന്ന് മൂടി വയ്ക്കുക. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എന്താ പറയുക, വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെറ്റ് എടുക്കാം കേട്ടോ. ഇനി മുട്ട ബീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. 4 മുട്ടയാണ് എടുക്കുന്നത്. ഇതിപ്പോ നാടൻ മുട്ട. നാടൻ മുട്ടയിൽ എൻ്റെ ആദ്യത്തെ കേക്ക് പരീക്ഷണം കേട്ടോ. എന്താവും നോക്കി നോക്കാം. ഞാൻ ഇത് പൊട്ടുന്നില്ല.
ഇത് ഇവിടുത്തെ കോഴികളുടെ തന്നെയാവൂല്ലേ? ആ അതങ്ങനെ ചോദിക്കണ അല്ല, നിങ്ങൾ കുറച്ച് ഹൈജീനിക്കിൻ്റെ ആൾക്കാരല്ലേ, അത് കാരണം നാടൻ മുട്ട തന്നെ മേടിക്കുന്നുണ്ടോയെന്ന് അറിയില്ലല്ലോ പുറത്തുനിന്ന്. അങ്ങനെ ഇതെന്ത് ഇതിൻ്റെ തൊണ്ടിന് ഇത്ര മരല്ലേ? 4 മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ വലിയ മുട്ടയാണെങ്കിൽ 3 മുട്ടയായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ അത്യാവശ്യം ഒരു ഇടത്തരം വലിപ്പമല്ലേ, അപ്പോൾ 4 മുട്ട എടുക്കാം. ഇനി നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് പിന്നെ പതുക്കെ സ്പീഡ് കൂട്ടി ബീറ്റ് ചെയ്യാം കേട്ടോ. ആദ്യത്തെ സ്പീഡിൽ തുടങ്ങാം. എന്നിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വാനില എസൻസും അതുപോലെ പൊടിച്ച പഞ്ചസാരയും ചേർക്കണം. പൊടിച്ച പഞ്ചസാര നേരത്തെ നമ്മൾ മൈദ എടുത്ത അതേ അളവ് തന്നെ കേട്ടോ. 1 കപ്പ് 120 എടുക്കാണ്ട് നിറച്ച് കോരിയിട്ടിട്ട് നിറയ്ക്കുക. 250 ml കപ്പിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര. മൈദ എന്തോരാണോ എടുത്തത് അതേ അളവ്. തുടങ്ങാം. ഇനി നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ഒഴിക്കാം കേട്ടോ. വാനില എസൻസ് 1 ടീസ്പൂൺ കേട്ടോ. വാനില എസൻസ് ഞാൻ ടീസ്പൂണ് പറയുന്നുള്ളൂ, ഞാൻ മൂടിയിൽ തന്നെ എടുത്തോണ്ട് ഒഴിക്കുക ചെയ്യും. വാനില എസൻസ് കുറേ ഉണ്ടാക്കി വരുമ്പോൾ നമുക്കത് ശീലാവും. അത് പിന്നെ ഈ പൊടിച്ച പഞ്ചസാര നമ്മളിതിൽ ഇടയിൽ ഇത്തിരി ഇട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ കട്ട പിടിച്ചിട്ടേ ചിലപ്പോൾ എല്ലായിടത്തേക്കും മിക്സിങ് കറക്റ്റ് ആവില്ല, കട്ട പിടിച്ച് കിടക്കും. അത് കാരണമാണ് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത്. ഒരു 2-3-4 പ്രാവശ്യമായിട്ട് ഇടാം. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, നമ്മളിത് ബീറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇല്ലേ? ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു. നമ്മൾ പഞ്ചസാരയുടെ പൊടി മുഴുവൻ ഇട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എത്ര മിനിറ്റ് എടുത്തു എന്ന് ഞാൻ പറയണില്ല, എല്ലാവരും കുറെ സമയം എടുത്തു. അത് ഒന്നാമത് ഇവിടെ ഇത്തിരി സ്പീഡ് കുറവുണ്ട്. നമ്മൾ ഉള്ളിന്നൊക്കെ വയറ് വലിച്ചിട്ടൊക്കെ ഇത് കുത്തിയേക്കണം, അത് കാരണമുണ്ട്. അപ്പൊ ഇതിന്റെ കൺസിസ്റ്റൻസി ആണ് നോക്കേണ്ടത്. അതെ അതെ അതെ, എടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഒഴുകി വീഴരുത്. ഇങ്ങനെ കണ്ട ഇങ്ങനെ വീണ് കണ്ട ഇതിനെ പറയുന്നതാണ് റിബൺ കൺസിസ്റ്റൻസി. അതെ, അപ്പൊ റിബൺ കൺസിസ്റ്റൻസിയിൽ വീഴുന്നത് നിങ്ങളുടെ മറ്റേ ബീറ്ററിന്റെ ഇതിനനുസരിച്ചിട്ടിരിക്കും. ചിലവരെ ചിലപ്പോ നല്ല ഇതിലാവും. പവറുള്ള ബീറ്ററാണെങ്കിൽ ഇത്ര സ്പീഡ് സമയം വേണ്ട പറയണില്ല കേട്ടാ. ഈ ഒരു പരുവത്തില് ആയി കിട്ടാം. മുട്ട പതഞ്ഞ് നല്ല വൈറ്റ് കളറിലായി കിട്ടും. കുറച്ചും കൂടി വൈറ്റ് കളർ ഉണ്ടാവും. നാടൻ മുട്ട നാടൻ മുട്ടയുടെ മഞ്ഞ കളർ കൂടുതലാ, അതുകൊണ്ടാണ് ഈ കളർ കേട്ടാ. അപ്പൊ നമ്മൾ ഇവിടെ വെച്ചിട്ട് ബീറ്റിംഗ് ഇപ്പൊ നിർത്തി. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം. ഒരു സൺഫ്ലവർ ഓയിൽ അല്ലേ? സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് ഓയിൽ കേട്ടാ. 1/4 കപ്പ്. ഇതിൽ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണേ. ഇത് നമ്മൾ 250 ml കപ്പ് എടുത്തില്ലേ, അതിലത്തെ തന്നെ 1/4 കപ്പ്. ഒരുമാതിരി ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും ഈ മെഷറിംഗ് കപ്പുകൾ ഉണ്ട്. കേക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയാം മെഷറിംഗ് കപ്പ് മേടിക്കണം. കാരണം കേക്ക് ഉണ്ടാക്കാത്തവരുടെ വീട്ടിലും ഉണ്ട് ഇപ്പോ. കാരണം നമ്മൾ യൂട്യൂബിൽ നോക്കി ഓരോന്ന് ഉണ്ടാക്കുമ്പോ കപ്പ് കണക്കല്ല പറയാ. അത് കാരണം എന്നിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്യണം. അതൊരു 1 മിനിറ്റ് തികച്ച് വേണ്ട, ഒരു 30 സെക്കൻഡ് എല്ലായിടത്തും ഒന്ന് ഈ ഓയിലൊന്നും എല്ലായിടത്തും എത്താം. അധികം നേരം ബീറ്റ് ചെയ്ത താഴിട്ടാ. ഞാൻ 30 സെക്കൻഡ് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തിട്ടില്ല, എല്ലായിടത്തും ഒന്ന് മിക്സായി നിർത്തിയിട്ടാ. ഇനി നമുക്ക് പൊടികൾ ഇതിൽ മിക്സ് ചെയ്യാം. പാല് ഒരു 1/4 കപ്പ് പാല് വേണം. ഈ ഓയിലിൽ കൂടെ ഒഴിച്ചോ, കുഴപ്പമില്ല. അപ്പം നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന പൊടി ഇതിൽ ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഒന്നിച്ചോണം എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ കട്ട കെട്ടി കഴിഞ്ഞാൽ കേക്ക് ലെയറാക്കുമ്പോഴും അതുപോലെ വീർത്ത് കേക്ക് വെന്ത് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കട്ട പിടിച്ച് നിൽക്കും. അതില്ലാതിരിക്കാൻ 3 പ്രാവശ്യമായിട്ടാണ് പൊടി ഇടുന്നത് കേട്ടോ. എന്നിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. കുത്തി ഇളക്കരുത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും അധികം ക്ഷമ വേണ്ട. അതെ, ഇത് കേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ ഇത് പറയാറുണ്ട്. അതെ, മിക്സ് ചെയ്യണ സമയത്ത് നല്ലതാണ്, നല്ല ക്ഷമ വേണം. കാരണം ഞാനത് എടുത്ത് പറയേണ്ടത് എന്താണെന്നറിയോ, പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിനെ കേക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓർഡറുകൾ വരുമല്ലോ, ബേക്കറിയിലൊക്കെ പെട്ടെന്ന് വന്ന് പറയും. അപ്പോൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് തിരക്ക് പിടിച്ചങ്ങോട്ട് ഞാൻ ഇത് നീ ഇളക്കി നിൽക്കണ്ടേ വെച്ചിട്ട് അങ്ങോട്ട് ഇളക്കി വേഗം അതേപോലെ അതങ്ങോട്ട് താഴ്ന്നു പോയി. എന്നിട്ട് നേരില്ലാത്ത നേരത്ത് വീണ്ടും ഉണ്ടാക്കി. അതിലും നല്ലതല്ല ഇതൊരു ഇത്തിരി ക്ഷമിച്ച് നിന്ന് ഇളക്കണത്. അതുകൊണ്ട് ഒരു ഇത്തിരി ക്ഷമിച്ച് തന്നെ ഇളക്കിക്കോ. സ്റ്റാൻഡ് ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഫോൾഡിങ്ങിൻ്റെ ബിറ്റ് കിട്ടും. പിന്നെ അത് ലോ സ്പീഡിലിട്ടിട്ട് അതിൽ തന്നെ ചെയ്യാം. 3 പ്രാവശ്യം 4 പ്രാവശ്യം ഇട്ടിട്ടായാലും ചെയ്തോണ്ട് കുഴപ്പമില്ല കേട്ടാ. കട്ട് ചെയ്യുമ്പോഴായാലും കാണാം അല്ലേ, ഓരോ സാധനം കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അത് ടേസ്റ്റ് കഴിക്കുമ്പോഴും ഒരു ദിവസം ഉണ്ടാവില്ല.
കട്ടോടയണം എന്തായാലും. അത് ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ഇളക്കുക. നമ്മൾ ഈ മുട്ടയല്ലേ ഇങ്ങനെ പതപ്പിച്ചെടുത്തിരിക്കണേ, അപ്പം അത് താഴ്ന്നു പോകാതിരിക്കാനാണ്. നിങ്ങൾക്ക് കളർ ചേർക്കുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരല്ലേ? റെഡ് വെൽവെറ്റ് ആകുമ്പോൾ പിന്നെ കളറില്ലാണ്ട് ചേർക്കാണ്ട് പറ്റില്ല. നമ്മൾ സാധാരണ ഓരോ ബർത്ത്ഡേക്കും ഒക്കെ മെറീനയ്ക്ക് തന്നെയാണ് നമ്മളിവിടെ നിന്ന് ഓർഡർ കൊടുക്കാറ്. അപ്പം ഞാൻ പറയാറുണ്ട് അവളോട് കളർ അധികം ചേർക്കണ്ട, അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയണത്. ഇന്ന് ഇത് എനിക്കാണ് ഓപ്ഷൻ തന്നത്, നിനക്ക് ഇഷ്ടമുള്ള കേക്ക് ഉണ്ടാക്കിയോളം പറഞ്ഞപ്പോൾ പിന്നെ ക്രിസ്മസ് അല്ലേ റെഡിലിരിക്കട്ടെ എന്ന് വെച്ചു. ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെ വിചാരിച്ചേ, കാരണം അതിനാണ് ഇപ്പോൾ കൂടുതൽ ഓർഡർ വന്നേക്കണേന്ന് പറഞ്ഞു ഈ ക്രിസ്മസിന്. അപ്പം ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ അത് തന്നെ ഉണ്ടാക്കിയോ. അപ്പോൾ അവൾ ചോദിച്ചു, മെറീന ചോദിച്ചു എന്നോട് മറ്റേ കരിക്കിൻ്റെ വേണോന്ന് ചോദിച്ചു. കരിക്ക് അല്ലെങ്കിൽ കോക്കനട്ട് മിക്സഡ് ഫ്രൂട്ട് കേക്ക് ഇതിലത്തെ ഏതെങ്കിലും മതിയോന്ന് ചോദിച്ചു. കരിക്ക് കേക്ക് നല്ല രസാട്ടാ. ആണോ? നല്ല രസമാണ്. കരിക്കിന്റെ പീസൊക്കെ വേണ്ടി വരും. പിന്നെ ഒരു 2 കരിക്ക് ഇഷ്ടം പോലെ അതിൽ ചേർക്കും. അപ്പൊ നിനക്ക് അതിന്റെ ഓർഡർ വരുമ്പോ നീ കരിക്ക് മേടിക്കും. ഇപ്പൊ കരിക്ക് മേടിക്കാൻ കിട്ടുമല്ലോ. ഞാനൊരു കേക്ക് മത്സരത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം. അത് ഒന്നാമത് എനിക്ക് പേടിയായിരുന്നു, ഞാൻ അങ്ങനെയൊന്നും പോയിട്ട് പരിചയമില്ല, അങ്ങനെ പോയി. അപ്പോൾ എൻ്റെ കേക്കിന് എനിക്ക് പ്രൈസ് ഒന്നും കിട്ടിയില്ല. എന്താ വെച്ചാൽ ഡെക്കറേഷൻ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എനിക്ക്. ഞാനൊരു ഇത്തിരി ലോങ് ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് പോണത്. അപ്പോൾ ഞാൻ പങ്കെടുക്കണ്ടെന്ന് വിചാരിച്ച്, എന്നാലും പിന്നെ സ്പാനിഷ് ഡിലൈറ്റാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടാ. അപ്പോൾ ആ ജഡ്ജസ് ഉണ്ടല്ലോ, എൻ്റെ കേക്ക് പെട്ടെന്ന് തീർന്നു. പറഞ്ഞു കേക്ക് നല്ല രസമുണ്ട്, പക്ഷെ ഡെക്കറേഷൻ ശരിയായില്ല. ഞാനൊന്നും ചെയ്തില്ല, ഫ്രഷ് ഫ്ലവർ മേടിച്ച് വെച്ചുള്ളൂ. അങ്ങനെ പറ്റില്ല, ഓരോ നിബന്ധനകൾ. അപ്പോൾ അതിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയത് കരിക്ക് കേക്കാ. ഞാനിപ്പോൾ അത് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടേ. ഞാൻ കരിക്ക് കേക്കിനോടുള്ള ഒരു ഞാൻ ചെയ്തിരുന്നില്ല. അയ്യോ, നമ്മൾ പാൽ ഒഴിച്ചത് പറഞ്ഞില്ല. പാല് 1/4 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പാല് ഓയിൽ എടുത്ത് അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടാ. മിക്സ് ചെയ്യുന്നു. ഇത് പാല് ഞാനിപ്പോൾ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം ലാസ്റ്റാണ് പാൽ ഒഴിച്ചത്. ഇനിയിപ്പോൾ ഇടയിൽ ഇത്തിരീശ പാൽ ഒഴിച്ചു എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടാ. അങ്ങനെ അല്ല, ചിലവർ പറയും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളത്തിന്റെ അളവ് കുറവാണെന്ന് തോന്നിയെങ്കിൽ മാത്രം പാല് ചേർത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ എടുക്കുന്ന അളവ് നമുക്ക് എടുത്ത് ശീലമായതുകൊണ്ടും മെഷർമെന്റ് കറക്റ്റ് ആയതുകൊണ്ടും ഇത് പാകമായിരിക്കും. ഇനിയിപ്പോൾ നമ്മളിതിൽ കളർ ചേർത്തിട്ടില്ല. പിന്നെ അടുത്ത് നമ്മൾ അതാ ചെയ്യാൻ പോണേ. ഇതിന്റെ രൂപം മാറും. സൂപ്പർ കളറാണ്, ഷെഫ് മാസ്റ്ററുടെ സൂപ്പർ റെഡ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടാ. ഇതിലൊരു പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇത് ജെല്ലാ, അതായത് ഇങ്ങനെ ചെറിയ ഡ്രോപ്പ് ആയിട്ട് ജെൽ കളറാണ്. ഇനി ഇതിൻ്റെ തന്നെ ലിക്വിഡ് കളർ കിട്ടും. ഇതിപ്പോൾ ഞാനൊരു 5-6 തുള്ളി ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട് കേട്ടാ. ഇളക്കി നോക്കിയിട്ട് കളർ പോരെങ്കിൽ നമുക്ക് വീണ്ടും എടുക്കാം. ഇത് ജെൽ കളറാണ്. ലിക്വിഡ് കളറാണെങ്കിൽ നമുക്ക് പാല് ഒരു ഇത്തിരി കുറവ് ചേർത്താൽ മതി. അത് കാരണം അത് ഒരു ലിക്വിഡ് പോലെയാ. അപ്പൊ പിന്നെയും 1/4 കപ്പ് പാലെടുത്താൽ വെള്ളത്തിന്റെ അളവ് കൂടും. കൺഫ്യൂഷൻ ആവും ഇപ്പൊ എല്ലാവർക്കും. അതെ, ജെൽ ഇപ്പൊ ഞാൻ ഇട്ടതാണ് ജെൽ കളർ. ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചേർക്കാം. ഇതുപോലെ 1/4 കപ്പ് പാല് ചേർക്കാം. ലിക്വിഡ് കളർ വേറൊരു ബോട്ടിൽ, വലിയ ബോട്ടിൽ കിട്ടും. അത് ഈ വാനില എസൻസ് ഒക്കെ ഒഴിക്കണ പോലെ അതന്നെ. പക്ഷെ നല്ല കളർ കിട്ടൂട്ടാ, നല്ല കളർ കിട്ടും. അങ്ങനത്തെ ഉപയോഗിക്കുന്നവര് ശ്രദ്ധിക്കുക, പാലിന്റെ അളവ് കുറയ്ക്കുക അതിനനുസരിച്ച്. ഇതിപ്പോ കളറ് ഇത്രയും കൂടി ഒഴിക്കേണ്ടി വരും. നല്ല റെഡ് എങ്ങനെയാ? അത്ര റെഡ് ആക്കണോ? എന്താ വേണ്ടേ? എന്നിട്ട് വേണ്ട ചേട്ടാ, ഒരു ഇത്തിരി കൂടി ഒഴിക്കാം. കുറച്ചുകൂടി റെഡ് ആക്കാം. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണോ മെറീന ഉണ്ടാക്കുക അതുപോലെ ഉണ്ടാക്കിക്കോളാം പറഞ്ഞു. നമ്മുടെ ഇഷ്ടം നോക്കണ്ടെന്ന് ഇവിടെ. ഞാൻ പിന്നെ എന്താ വെച്ചാലേ, ഞാൻ ഈ ഓവറായിട്ട് കളർ ചേർക്കില്ല കേട്ടാ. ഒരു ഏത് കേക്കിനായാലും ഓർഡർ വരുമ്പോൾ. പിന്നെ ചിലർ നിർബന്ധമായിട്ട് പറയും ഇത്ര കളർ വേണം. അപ്പം ഞാനിങ്ങനെ അവരോട് പറയും, കുട്ടികളൊക്കെ കഴിക്കണതാണെന്നുണ്ടെങ്കിൽ, കുട്ടികളാണെങ്കിൽ ഏറ്റവും മുകളിലെ സാധനം മാതി തിന്നാ. ഞാൻ മറ്റേ ഈ ഏതാ ഫോണ്ടന്റ് വർക്ക് ചെയ്യണ കേക്കാന്നുണ്ടെങ്കിൽ കൊടുക്കുമ്പോഴേ ഞാൻ പറയും, ഫോണ്ടന്റ് കഴിക്കാൻ കൊടുത്തില്ലേ കുഴപ്പമില്ല കേട്ടാ. അതൊന്നും അത്ര നല്ലതല്ലല്ലോ. ഇതിപ്പോ ഒരുവിധം കളറായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഓവൻ അവിടെ റെഡിയല്ലേ? റെഡിയാണ്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാം. ഇപ്പൊ കട്ടകളൊക്കെ ഉടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ കട്ടിയൊന്നുമില്ല. ഈ സ്പാച്ചുല കറക്റ്റ് അല്ലേ? ബാലറ്റ് നൈഫ് സ്പാച്ചുലായിട്ട് തെറ്റിപ്പോവും. ഇതിന് ഈ സ്പാച്ചുല തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഉടച്ചെടുക്കാൻ നല്ലതാ. നമുക്ക് അടുത്ത് സ്പാനിഷ് ഡിലൈറ്റ് ഉണ്ടാക്കാം. സ്പാനിഷ് ഡിലൈറ്റ്
അത് നല്ല പിന്നെ കരിക്ക് കേക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് കേക്കാണ്. അപ്പം കോസ്റ്റ്ലി ആണ് അല്ലേ, നല്ല റേറ്റ് ഇല്ലേ അതിൽ ഉപയോഗിക്കുന്ന ചോക്ലേറ്റ് ഒക്കെ ഇത്തിരി വിലയുണ്ട്. പക്ഷെ വേറെ കാര്യം ഒരു വട്ടം അത് മേടിച്ചാൽ പിന്നെ എന്തായാലും പിന്നെ മേടിക്കും അങ്ങനത്തെ കേൾക്കാം. അപ്പം നമുക്കിതിൽ ഒഴിക്കണം കേട്ടോ. ഇത് ഒഴിക്കുമ്പോൾ ഇത് വീഴുന്നത് കണ്ടാലറിയാം ഒരു ക്രീമി ടെക്സ്ചറാണ്. കണ്ട നമുക്ക് പാത്രത്തിൽ നിന്നൊക്കെ കറക്റ്റ് ലെവൽ ചെയ്തെടുക്കാനേ ഈ സ്പാച്ചുല കറക്റ്റാണ്. കറക്റ്റ് വടിച്ചിങ്ങനെ എടുത്ത് ഒഴിക്കാനോ ഒക്കെ ഈ സ്പാച്ചുല നല്ലതാണ്. ഞാൻ ആദ്യം മരത്തിൻ്റെ കയ്യിലോണ്ടൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇത് ഉപയോഗിച്ചപ്പോഴാണ് ഇതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിന് വലിയ വിലയൊന്നും വരുന്നില്ല. ഒഴിച്ചിട്ടുണ്ട്. നീ കൊട്ട് എയർ അതിപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഓവൽ വെക്കുന്നതിന് തൊട്ട് മുന്നേ വെറുതെ ഇവിടെ നിന്ന് ഒരു തട്ടാല ബബിൾസ് പോട്ടറുണ്ട്. ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ വല്ലതെടുത്ത് ഇങ്ങനെ ഇളക്കാം. നമുക്ക് എന്തായാലും ഇനി ഇത് അധികം അയ്യോ എന്തേ അതെ സംസാരത്തിന്റെ ഇടയിൽ മെറീന ഒരു കാര്യം മിസ് ചെയ്തു പോയി. ഇതില് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല, ഇതുവരെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അത് ബേക്കിംഗ് പൗഡർ ആണ് മുന്നേ ചേർത്തത്. ഇനിയിപ്പോ നമുക്ക് ബേക്കിംഗ് സോഡ എത്രയും വേഗം തന്നെ ചേർക്കണം. അത് നന്നായി വീർത്ത് വരാനും നല്ല കളർ ഇതൊക്കെ വരാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ കുറച്ച് കിട്ടാ, ഒരു 3 നുള്ള് അത്രേ ഉള്ളൂ. ഇതിലൊഴിക്കണേലും മുന്നേ ചേർക്കേണ്ടതായിരുന്നു. പാത്രത്തിൽ മിക്സ് ചെയ്യുമ്പോൾ ചേർത്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ നല്ലത്. ഇതിപ്പോ തൽക്കാലം നമ്മൾ പിന്നെ ഇതിലേക്ക് ഒഴിക്കണം. ഇനി ഇത് വീണ്ടും അതിലേക്ക് പകർത്തി ചെയ്യാന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അത് വർത്താനം പറഞ്ഞ് ചെയ്യുമ്പോഴേ ചെറിയൊരു ഇതെങ്ങനെയാ ഈ ബേക്കിംഗ് സോഡ ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീഗറില്ലേ അത് അര ടീസ്പൂൺ കേട്ടോ, കപ്പല്ല അര ടീസ്പൂൺ വിനീഗറിലേക്ക് ഒരു 3 നുള്ളു ബേക്കിംഗ് സോഡ. അപ്പൊ അത് മിക്സ് ചെയ്യാൻ വേറെ പാത്രം എടുക്കണം? വേണ്ട ഈ ടീസ്പൂണിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ അതിലേക്ക് ഓരോ 3 നുള്ളല്ലേ വേണ്ടോ, ആ 3 നുള്ളു ഇതിലേക്ക് ഇട്ടാൽ മതി. നമ്മൾ ഈ ഉപ്പെടുത്ത പോലെ ഒരു 3 നുള്ളു എടുത്തിട്ട് ഇത് ഇടുമ്പോൾ തന്നെ പതഞ്ഞു വരും. അപ്പോൾ അതൊക്കെ അവിടെ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. മിക്സ് ചെയ്യണം. സാരില്ല, അത് നമ്മൾ സംസാരിച്ച് ചെയ്യുമ്പോഴേ കോൺസെൻട്രേഷൻ കിട്ടിയില്ല, വിട്ടുപോയി. അപ്പൊ ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിക്കട്ടെ, മുന്നേ മിക്സ് ചെയ്തോളൂ. മിക്സ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചോളൂ. എന്തായാലും ഇപ്പോഴേലും ഓർമ്മ. അതെ കുഴപ്പമില്ല. ഇതിലിട്ടിട്ട് അതിൽ നമ്മൾ മിക്സ് ചെയ്യുന്നത്. നമ്മള് ആദ്യത്തെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ എന്തോ മറന്നിട്ടുണ്ടായിരുന്നു. പ്ലം കേക്ക് ഉണ്ടാക്കിയപ്പോ അതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സ്പൈസസ് ഇട്ട് അത് നമ്മൾ സംസാരിക്കുന്നത് കൊണ്ടാ ശ്രദ്ധ പോവല്ലേ. ഇത്രയും മതി കേട്ടോ. നമുക്ക് ഇനി സമയം കളയണ്ട, വേഗം തന്നെ ഓവനിലേക്ക് വെക്കാം. തട്ടി നേരത്തെ തട്ടി ഇനി വെക്കുന്നതിന് തൊട്ട് മുന്നേ അവിടെ വെച്ചൊന്ന് തട്ടിയിട്ട് വെക്കാം. ഒന്നുകൂടി തട്ടുന്നുണ്ട് കണ്ടോ ബബിൾസ്. അതിലുള്ള ബബിൾസ് ഒക്കെ അതേ പോണു. മതി വെച്ചോ. ഉള്ളിലേക്ക് വെക്കാൻ പോവാട്ടാ. ഇത് വെക്കണ റിസ്ക് ആണ് ശരിക്കും. നമ്മൾ 150-ലല്ലേ 160-ല് ഒരു 30 മിനിറ്റ്. ഞാനിതൊരു വീഡിയോയിൽ കണ്ടതാട്ടാ. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. 160 ഡിഗ്രി ടെമ്പറേച്ചർ 30 മിനിറ്റിലാണ് ഇത് വെച്ചേക്കണേ കേട്ടാ. ടൈം സെറ്റ് ചെയ്തേക്കണത്. എന്നിട്ട് നമുക്ക് നോക്കി നോക്കാം. മെറീനയ്ക്ക് ഐഡിയ ഇല്ല, എനിക്ക് തീരെ ഐഡിയ ഇല്ല. അതുകൊണ്ട് നമുക്ക് നോക്കി നോക്കാം. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അരമണിക്കൂർ സമയം 160 ഡിഗ്രിയിൽ ഞങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കായിരുന്നു. അപ്പൊ അതിങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടാ. സാധനം നോക്കിയേ, തുറക്കട്ടെ. അത് തുറന്നോ? അല്ല വന്നിട്ടില്ലേ? മാനം കാത്തു നമ്മുടെ. ഇത് എടുക്കാട്ടാ. കൈ സൂക്ഷിച്ച്. ചൂടൊന്നും തോന്നണില്ല. ട്രേ അടക്കാണോ എടുക്കണേ? ട്രേ അടക്ക എടുക്കല്ലേ നല്ലത്. അതെ അല്ലേ, റിസ്ക് എടുക്കണ്ടല്ലോ. ഞാനിതെടുത്ത് പുറത്തി ഇങ്ങനെ വെക്കാം. ഉണ്ടോ? കുത്തി നോക്കാം. ആയിട്ടില്ല മോളെ, ആയിട്ടില്ല. പുറം ഭാഗം മാത്രം നല്ല ഭംഗിയിൽ വന്നിട്ടുള്ളൂ. അതായത് ഞങ്ങക്ക് സമയം അറിയാത്തതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തായാലും ഒരു 10 മിനിറ്റ് കൂടി വെക്കി. സെന്റർ ആയിട്ടില്ല. 10 മിനിറ്റ് കൂടി വെക്കാണ്. ഈ ടെമ്പറേച്ചർ തന്നെ ഓക്കെ മതിയില്ലേ? അതന്നെ മതിയെന്ന് വിചാരിക്കുന്നു. അപ്പോ നമ്മള് ഒരു 10 മിനിറ്റും കൂടി ഇത് വെച്ചുട്ടാ. എന്നിട്ട് എടുത്തിട്ട് അപ്പൊ മെറീന ഒന്ന് കുത്തി വെക്കി. എടുക്കണേല് മുന്നേ കുത്തി വെക്കപ്പോൾ ഒന്ന് കുത്തിക്കുവാണെങ്കിൽ കേക്ക് കുറെ കുത്തലുകൾ ഏറ്റു വാങ്ങി കുത്തി കുറെ പാടുത്. ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കേക്ക് വെന്തു അവിടെ ഇറക്കി വെച്ചു, ചൂടാറാൻ വെച്ചു. ക്രീം അതിനെ നല്ല ഭംഗി ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ക്രീം ബീറ്റ് കേട്ടോ.
ഫിയോണയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞ കാരണം ഞാൻ രാവിലെ തന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഡോറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് മെൽറ്റ് ആവണം. ഒന്ന് പതുക്കെ ഒന്ന് കുലുക്കിയിട്ടെടുക്കാം. നമ്മുടെ മെറീനയ്ക്ക് പട്ടികളെ പേടിയായ കാരണമുണ്ടേ രാത്രി മെറീന വരുന്ന ടൈമിൽ ചാർലീനും പേളീനും വീണ്ടും പൂട്ടിയിട്ടു. ഒരാഴ്ച വിട്ടതായിരുന്നു ഒരു 5:30-6 മണി നേരത്ത്. അതിന്റെ പ്രതിഷേധം. നിങ്ങൾ എന്താ ഞങ്ങളോട് ഈ ചതി ചെയ്യണേന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അവരോടൊന്ന്. ക്രീം ഇപ്പോൾ ഞാനിത് ഈ ക്രീമിന് ഇപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് എടുക്കുന്നുണ്ട്. നമുക്ക് ഡെക്കറേഷൻ നന്നായിട്ട് ക്രീം ഡെക്കറേഷൻ ചെയ്യുകയാണെങ്കിൽ 2 കപ്പൊക്കെ എടുക്കാം. ഇതിപ്പോൾ ഞാൻ 1.5 കപ്പ് എടുക്കണേ കേട്ടോ. അത്ര ഭയങ്കര ഡെക്കറേഷൻ ഒന്നും നമുക്ക് വേണ്ട അല്ലേ? ഇതേ കണ്ട ഈ ക്രീം ഒഴുകി വരുന്നത് കണ്ടോ, പാല് ഒഴുകി വീഴുന്ന പോലെ. അത് അങ്ങനത്തെ ഒരു ഫോമിൽ ക്രീം എടുക്കണം. അല്ലെങ്കിൽ കട്ടയിട്ട് ഇരിക്കുന്ന പോലെ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അതിനാണ് നമ്മൾ ക്രീം നേരത്തെ എടുത്ത് പുറത്ത് വെക്കുന്നത് കേട്ടോ. പുറത്ത് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ തന്നെ ഡോറിൽ വെക്കുന്നത് കേട്ടോ. ഫ്രീസറിൽ നിന്ന് നേരെ എടുത്ത് ബീറ്റ് ചെയ്യരുത്. ഫ്രീസറിൽ നിന്ന് നേരെ എടുത്തിട്ട് കട്ടയൊക്കെ കുത്തി ഉടച്ച് ബീറ്റായി കിട്ടും. കുറച്ച് കഴിയുമ്പോഴേക്കും മെൽറ്റ് ആവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ 1.5 കപ്പ് ഫ്രഷ് ക്രീം എടുത്തു. ഇനി ഫിയോണയ്ക്ക് ഒരു ഇത്തിരി മധുരക്കുറവുണ്ട്. അപ്പോൾ ഒരു കപ്പിന് ഒരു 2 സ്പൂൺ നിറച്ച് തന്നെ പഞ്ചസാര പൊടിച്ചത് ഞാൻ അതിൽ അത്ര നിറച്ച് വേണ്ട, അത് മതി 2 സ്പൂൺ നിറച്ച് പഞ്ചസാര ഒരു കപ്പിന് ഇടും കേട്ടോ. നമ്മൾ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇട്ടോ, ഒരു കപ്പ് നല്ലോണം നിറച്ചെടുത്തോ. ഇട്ടോ, ഇത്രയ്ക്ക് പഞ്ചസാര ഇട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫിയോണയ്ക്ക് ഇത്തിരി മധുരക്കുറവുണ്ട്. അത് കാരണം ഇത് നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് ഒരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ സ്റ്റാപ്ലർ ചെയ്തിട്ടോ കറക്റ്റ് ടൈറ്റിലിരുന്നോളും. ഫ്രീസറിലേക്ക് തന്നെ വെക്കുക കേട്ടോ. അപ്പം നമുക്കിനി അത് ബീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അടിയിൽ വെള്ളം ഇട്ടിട്ട് പാത്രം വയ്ക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യണില്ല. ഇതിപ്പോൾ നമ്മൾ നല്ല തണവീന്നല്ലേ ക്രീം എടുത്തിരിക്കണേ, പെട്ടെന്ന് ബീറ്റായി കിട്ടും. ഒന്നാമത്തെ സ്പീഡിൽ തുടങ്ങിയിട്ട് പതുക്കെ സ്പീഡ് കൂട്ടിയാൽ മതി. ബീറ്റായിട്ടുണ്ട് കേട്ടോ. അതെ, പാത്രം ചിരിച്ചു പോകുന്നില്ല. ഫിയോണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ളത്, ആദ്യമായിട്ടൊക്കെ ബീറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇല്ലേ പെട്ടെന്ന് സ്റ്റിഫായി കിട്ടാൻ നല്ലതാ. ഫിയോണ പെട്ടെന്ന് സ്റ്റിഫാവും. ഫ്രിഡ്ജിൽ വെക്കാം. നമുക്കിനി കേക്ക് ലെയറൊക്കെ ആക്കണ്ടേ, അതുവരെ ഫ്രിഡ്ജിലിരിക്കട്ടെ. മൂടി തന്നെ വെക്കണം കേട്ടോ. ഇനി നമുക്ക് കേക്ക് ലെയറാക്കണേറ്റ് മുന്നേ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഇതിപ്പോൾ മുന്നുണ്ടാക്കി വെക്കണം കേട്ടോ. അതന്നെ ചൂടാറും. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. നമ്മൾ എടുത്ത 250 ml കപ്പിൽ ഒരു 3/4 കപ്പ്, അതിലും കുറച്ച് കൂടുതലാണ് കേട്ടോ, ഷുഗർ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് ഇതിൽ തന്നെ 1 കപ്പ് വെള്ളം, 1 കപ്പ് നിറച്ച് തന്നെ എടുക്കാം കേട്ടോ വെള്ളം. ഇത് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്യാം. എന്നിട്ട് ചൂടാറണം. അതെ അതിട്ട് വെക്കട്ടെ. ഇനി നമ്മൾ ഇതിൻ്റെ ലെയറിൽ ഇടാനായിട്ടുള്ളത് വൈറ്റ് കോമ്പൗണ്ടാണ് കേട്ടോ. അത് ഞാൻ മോർഡിൻ്റെയാണ് എടുക്കണേ. പല ബ്രാൻഡിൻ്റെ ഉണ്ട് വൈറ്റ് കോമ്പൗണ്ട്, മോർഡിൻ്റെ എടുക്കണേ. അപ്പോൾ ഇത് നമുക്ക് കേക്ക് ലെയർ ആക്കുന്നതിന് മുന്നേ തന്നെ കുറച്ചെടുത്ത് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാം. ഇതിന് പെട്ടെന്ന് ഇങ്ങനെ മെൽറ്റ് ചെയ്യുന്ന പോലെ ഇടയിലിടാൻ. അത് ഇടാൻ എളുപ്പത്തിനും കടിക്കാൻ കുറച്ച് നല്ലൊരു ക്രഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് അരിഞ്ഞ് ഇതിൽ പ്ലേറ്റിലിട്ടിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക. അപ്പൊ നല്ല കല്ല് കഷ്ണങ്ങൾ പോലെ ഇരിക്കും. അല്ലെങ്കിൽ എന്താ, ഇത് പെട്ടെന്ന് ഇങ്ങനെ മെൽറ്റ് ആവണ ഒരു ടെൻഡൻസി കൂടുതൽ അതിന്. ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുന്നത് എന്തിനാ വെച്ചാൽ ഇതാകുമ്പോൾ കടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ചോക്കോ ചിപ്സ് ആയിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. ഇതിന്റെ ചിപ്സ് ആയിട്ട് ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കാൻ കിട്ടും. അതായാലും മതി. അത് ചോക്കോ ചിപ്സ് കൂടുതൽ കണ്ടേക്കണേന്നോണു. അത് വൈറ്റനിങ് കിട്ടും. ഇത് തന്നെ സാധനം 2 ലെയറിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇനി നമുക്ക് ലെയർ കട്ട് ചെയ്യാം. മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ ഈ വൈറ്റ് ചോക്ലേറ്റ് തന്നെ മെൽറ്റ് ചെയ്ത് ഗണാഷ് പോലെ ഉണ്ടാക്കിയിട്ടും ചെയ്യാം. നമുക്ക് കേക്ക് ഇപ്പോൾ കുറച്ചുകൂടി ഉണ്ട് ചൂടാറാൻ. നമ്മളിപ്പോൾ വേഗം എടുക്കുകയാണ്. ലെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം ചൂടാറിക്കോളും. നന്നായി തണുത്തിട്ട് ആദ്യം ചെയ്യുന്നവർക്ക് എടുത്താൽ മതി കേട്ടോ. കേക്ക് നല്ല ഉയർന്ന് വന്നിട്ടുണ്ട്. ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. നല്ല കറക്റ്റ് നല്ല സ്പോഞ്ചായിട്ട് വന്നിട്ടുണ്ട്.
ഇപ്പോൾ ഓവനിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഈ മുകൾ ഭാഗം തൊടുമ്പോൾ ശരിക്കും നമ്മുടെ പാത്രത്തിൽ ചെയ്യുന്നതിനേക്കാൾ ഇത്തിരി കട്ടിയാണ് തോന്നുന്നത്. പാത്രത്തിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് തോന്നാറുണ്ട്. എന്നാലും ഉള്ളിൽ സോഫ്റ്റ് ഉണ്ട്, ഈ മുകളിലത്തെ ലെയർ മാത്രം കേട്ടോ. നമ്മളിനി മോൾ ഭാഗം എടുക്കില്ല, കേക്ക് സെറ്റ് ചെയ്യുമ്പോൾ മോൾ ഭാഗം നമ്മൾ എടുക്കില്ല, മുകളിലത്തെ ഈ സ്കിൻ നമ്മൾ മുറിച്ച് മാറ്റിയിട്ട് എടുക്കുള്ളൂ. പിന്നെ കേക്ക് ലെയർ ആക്കാം. ഇതിൻ്റെ ഈ മുകൾ ഭാഗം നമ്മൾ എടുക്കണില്ല കേട്ടാ, ഇത്തിരി ഹാർഡാണ്. പക്ഷെ ഉള്ളിലേക്ക് ഉണ്ടാവില്ല. അത് മെറീന ആദ്യമായിട്ടാണ് കേക്ക് ഓവനിൽ ചെയ്തത്. മെറീന പറയണ അവള് മറ്റേ വലിയ ഡവറയിൽ അവള് ചെയ്യാറില്ലേ, അതാണെന്ന് സോഫ്റ്റ്. അതെ, അതിന്റെ മുകൾ ഭാഗവും നല്ല സോഫ്റ്റ് ആയിട്ട് അലമ്പാക്കുണ്ട്. അതെ, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആട്ടാ, ആ മുകൾ ഭാഗത്ത് മാത്രമേ ഉള്ളൂ ആ ഒരു പ്രശ്നം. ഉള്ളിൽ സോഫ്റ്റ്. നമുക്കിത് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. ഇത് ശരിക്കും നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് തിന്നായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ 4 ലെയർ ആക്കാം. 3 മതി അല്ലേ? നമുക്കൊരു ഇത്തിരി കേക്ക് ലെയറാക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ ആദ്യം തന്നെ ഇതിങ്ങനെ കത്തി വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഉള്ളിലേക്ക് കത്തി മുഴുവൻ കടത്തരുത്, ഇതിങ്ങനെ തിരിച്ച് ഒന്ന് മാർക്ക് ചെയ്യുക, ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മാർക്കിങ് കറക്റ്റ് റൗണ്ട് എത്തി കഴിയുമ്പോൾ പതുക്കെ നമ്മൾ കത്തി കടത്തുക. അപ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ടിൽ അടുത്തത് സരിതന്നാക്കി വെക്കണം. ട്രൈ ചെയ്തോ? ഇപ്പൊ രാത്രി കൊറേ ടൈമായി, ഞങ്ങൾ വിചാരിച്ചു കൊറേ വൈകി തുടങ്ങാനേ. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ചൂട് ഫുള്ള് ആറാനുള്ള സമയം പോലും എടുക്കാണ്ട് കട്ട് ചെയ്യുന്നത് തന്നെ അതുകൊണ്ടാണ്. ഒരു 10 മിനിറ്റ് കേട്ടാ. നേരത്തെ ഇത് തന്നെയല്ലേ പറഞ്ഞതെന്നാണ് അവര് ചോദിക്കണേ. ഇനിയിപ്പോ അവരെ അഴിച്ചു വിടുമ്പോ ഒരു സ്നേഹപ്രകടനമൊക്കെ ഉണ്ടാവില്ല. അതുണ്ടാവും. അവരെ ഈ ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ തട്ടിമറിച്ചിടും. അതുകൊണ്ട് കേട്ടാ. അതെ, ഞാൻ ഇങ്ങനെ തിരിച്ചു വെക്കുന്നു കേട്ടോ, ആ ചൂടൊന്നും ആറാനായിട്ട്. ഇനി ഇതിൻ്റെ ഈ അടിഭാഗം കണ്ട, മേൽഭാഗം കളഞ്ഞതുപോലെ തന്നെ അടിഭാഗം ഒരു ഇത്തിരി നൈസായിട്ട് നമ്മളൊന്ന് മാറ്റണുണ്ട്. ഈ സാധനമൊക്കെ നീ എന്തൊരു ചെയ്യാ? പിള്ളേർ കഴിക്കും, ചിലപ്പോൾ ഹസ്ബൻഡ് കഴിക്കും, ആരെങ്കിലുമൊക്കെ കഴിക്കൂ. എന്നാലും കളയില്ല. അതെ, അല്ലെങ്കിൽ പൂച്ച അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടനെയും കുട്ടികളുണ്ട്. അപ്പോൾ ഞാനതൊരു ജാർ കേക്ക് പോലെ സെറ്റ് ചെയ്യും, ക്രീമൊക്കെ വെച്ചിട്ട്. അപ്പം ഇപ്പോൾ ഈ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ എൻ്റെ അത് അവർക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ അവർക്കൊക്കെ കൊടുക്കും, കുട്ടികളുള്ള വീട്ടിലേക്ക് കൊടുക്കും. ലെയറും കൂടി ഒന്ന് കട്ട് ചെയ്യും. അപ്പം നമുക്ക് എല്ലാതും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നമ്മൾ ഇളക്കണ സമയത്ത് പറഞ്ഞില്ലേ കട്ട ഉണ്ടാവരുതെന്ന്, അതുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് കൊടുക്കും. അപ്പം ഇളക്കിയത് അതുകൊണ്ടാണ് നമ്മൾ സ്ലോ ആയിട്ട് അത്രയും സമയം എടുത്ത് ഇളക്കിയത് കേട്ടോ. ഇനി നമുക്ക് ആ ഷുഗർ സിറപ്പ് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാറിയിട്ട് നമുക്കിനി ചെയ്യാം. ചൂടാറിയുണ്ടാവും, എടുത്തിട്ട് വരാം. മുകൾ ഭാഗം അതങ്ങനെ കഴിക്കാൻ ഇനി നമുക്ക് ഈ സിറപ്പ് ഇതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കേക്ക് ഓയിൽ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കുക. ഇതാവുമ്പോൾ ഓവറാവില്ല, നനവ് ഓവറാവില്ല. ജഗ്ഗു കേക്ക് വിരോധിയല്ലേ? കേക്ക് ഇഷ്ടമല്ല, മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട്. മധുരം ഇഷ്ടമില്ലാത്ത ആളാണ് അല്ലേ? പക്ഷെ ക്രീം കേക്കിനേക്കാളും ഇത് രസമല്ലേ? ഇനി നമ്മളേ ക്രീം എടുത്തോണ്ടുന്നുണ്ട്. ഇതിപ്പോൾ ക്രംസ്, കേക്കിൻ്റെ ക്രംസ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് തട്ടുന്നില്ല. ക്രീം കുറച്ച് ബോർഡിലൊന്ന് ആക്കിയിട്ട് കുറച്ച് ഇത് കേക്ക് പണിക്കാരുടെ സ്ഥിരം ആയുധം ബാലറ്റ് നൈഫിൻ്റെ. ഇത് പിടിക്കാനായിട്ടേ ഒരു മെത്തേഡ് പറഞ്ഞുതരാം കേട്ടോ. ഇത് നമ്മളിങ്ങനെ നീട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ഇതിലാക്കുക. ഒരു ചെറിയൊരു ഇത് ആക്ഷൻ. അതന്നെ, നമ്മൾ പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും. എന്നിട്ട് നമ്മളിപ്പോൾ ഈ വശമല്ലേ സിറപ്പാക്കിയത്, അതെടുത്തിട്ട് നേരെ കമിഴ്ത്തി വെക്കുകയാണ്. അപ്പം ഇപ്പുറത്ത് കണ്ടോ കുറച്ചൊക്കെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഈ വശത്തും കൂടി നമ്മൾ സിറപ്പാക്കുമ്പോൾ കറക്റ്റാവും, ഓവറാവില്ല, എന്നാൽ എല്ലായിടത്തും ആയിട്ടും ഉണ്ടാവും ശരിക്കും. ഇത് കുറേ കേക്ക് ഉണ്ടെങ്കിൽ ഇത് പ്രാക്ടിക്കലല്ല കേട്ടോ.
ഇതെങ്ങനെ ഈ ബ്രഷ് കൊണ്ട് ഇട്ടിട്ട് ആക്കല്. അപ്പം അപ്പം ഞാൻ ഈ ബോട്ടില് ഹോൾസ് ഉണ്ടാക്കിയിട്ട് ബേക്കറിക്കാർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാ? വീഡിയോയിൽ കാണാം. ഇപ്പം അങ്ങനത്തെ സ്പീഡിൽ കാണാം. ഇപ്പം അങ്ങനത്തെ ബോട്ടിലുകൾ വരുന്നുണ്ട് കേട്ടാ, കുറച്ച് ഹോൾസുകളായിട്ടുള്ള ബോട്ടിൽ വരുന്നുണ്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, അങ്ങനെ ആകുമ്പോൾ സിറപ്പ് ഒരു വല്ലാതെ കൂടി പോവാതെ നോക്കണം. ഇത് വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ രസമില്ല. അതിങ്ങനെ അലിഞ്ഞ പോലെ ഇരിക്കും. പിന്നെ മധുരവും ഭയങ്കര ഓവറാവും. ഈ ലെയറിൽ വെക്കുന്ന ക്രീമില്ലേ ഒരുപാട് കൂടുതൽ വെക്കണ്ട കേട്ടാ. അത് വല്ലാണ്ട് കൂടിയാലും രസമില്ല. ക്രീം തന്നെ കടിക്കുന്ന മാതിരി തോന്നും. ക്രീം തന്നെ അതന്നെ, ക്രീം ഓവറായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്കിതിലേക്ക് ഈ മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. ഇതുകൊണ്ട് നേരെ ഒഴിക്കില്ല, സ്പൂണൊന്നും വേണ്ട. വേണ്ട, ഓവറാക്കണ്ട കേട്ടാ. അല്ലാണ്ട് ഇതായി കഴിഞ്ഞാലും ആവശ്യത്തിന് മതി. ആരോട് പറയണേ? ഞാൻ എന്നോട് തന്നെ പറയുകയാണ്. ഓവറാക്കല്ലേ മെറീനെ, ഇത് മതി, കറക്റ്റായിട്ടുണ്ട്. ഓവർ ഭയങ്കര മധുരം, ഭയങ്കര മധുരല്ലേ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇതിലേക്കിടാം. അത് അത്യാവശ്യം നല്ലോണം തന്നെ ഇടാം കേട്ടാ. വൈറ്റ് ചോക്ലേറ്റ്. ഡാർക്ക് ഇടില്ല ഇതില്? അത് ചിലവരിടണ കണ്ടിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ ചിലവരിങ്ങനെ സ്ട്രോബെറി ക്രഷ് കുറച്ചൊഴിക്കും. പക്ഷെ അതിനൊരു പുളിപ്പ് രസമുണ്ട്, ഒരു ഇത്തിരി പുളിപ്പ് രസം കൂടുതൽ നിൽക്കും. അപ്പോൾ അത് ചിലവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ ഇത് മതി, ഇതന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അടുത്ത ലെയർ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പാക്കിയിട്ട് കമഴ്ത്തി വെക്കണം കേട്ടാ. ചേട്ടൻ ഷർട്ടൊക്കെ മാറിയിട്ട് വായോ, ഒരു ഇത്തിരി സമയമെങ്കിലും ഒന്ന് ഇതിൽ കണ്ടൂടെ? അതെ, വീഡിയോയില്. അല്ലെങ്കിൽ ചേട്ടനെ മിസ് ചെയ്യും എല്ലാവർക്കും. വീഡിയോ രസം ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അജുവേട്ടൻ്റെ കുറെ അബദ്ധങ്ങൾ മിസ് ചെയ്തു. അജുവേട്ടന് അത് കേക്ക് കഴിക്കാൻ കൊടുത്തു നോക്ക്. കഴിച്ചിട്ടുണ്ടാവും. കഴിച്ചാ ഒന്നും എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയുണ്ട്, രസമല്ലേ കേക്ക്? നമ്മൾ അടുത്ത ലെയറും ഇതുപോലെ സിറപ്പ് ഒരു വശത്താക്കി നമ്മൾ നേരെ കമഴ്ത്തി വെക്കണം കേട്ടോ. നമ്മളെപ്പോഴും ഓരോ ലെയർ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ലെവലാക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. വീണ്ടും സിറപ്പാക്കുക. നല്ല സ്പോഞ്ച് ആയതുകൊണ്ടാണ് ഇത് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോഴേക്കും അതിലേക്ക് ഇറങ്ങിപ്പോണേണ്ട. അതായത് നല്ല സോഫ്റ്റ്നെസ് ഒക്കെ ഉള്ളത് കാരണമാണ് അങ്ങനെ. കുറച്ച് എയർ ബബിൾസ് ഉണ്ടായിരുന്നു, അതാണ് ഇത്ര ഹോൾസുകൾ കണ്ട. ആ ഹോൾസുകൾ ശരിയായിട്ടില്ലേ? അത് കുഴപ്പമില്ല, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കട്ട കെട്ടിയിട്ടുള്ള നിൽക്കാണ്ടിരുന്നാൽ മതി, അതാണ് വലിയ പ്രശ്നം. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രീം ചെയ്യാട്ടാ. ക്രീം ആക്കുന്നത് മിൽക്ക് മെയ്ഡ് ആക്കുക, ചോക്ലേറ്റ് വെക്കുക. സിമ്പിളായിട്ട് തോന്നണല്ലേ? അതടച്ച് വെച്ചോ. ക്രീം എപ്പോഴും നമ്മൾ അടച്ച് വെക്കുക കേട്ടാ. ഇത് താഴ്ന്നു പോവല്ല, ഇതിൽ ഈ എയർ ബബിൾസ് കാരണം ഒരു പരിപാടി ഉണ്ട് ക്രീമിൽ. അപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ നല്ല സ്മൂത്ത്നെസ് ഇല്ലേ, അതുണ്ടാവില്ല. ആകെ ഇങ്ങനെ ബബിളായിട്ട് നമ്മൾ ക്രീം ആകെ കേടായി എന്ന് വിചാരിക്കും. തുടക്കത്തിൽ ആദ്യത്തെ അനുഭവം എനിക്ക് വന്നപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു. അത് കുറച്ച് പേർക്കൊക്കെ അങ്ങനെ തുടക്കക്കാർക്ക് സംഭവിക്കാവുന്ന ഒരു ചെറിയ മിസ്റ്റേക്കാണ്. അങ്ങനെ വന്നാൽ തന്നെ നമ്മുടെ ബീറ്റ് ചെയ്യാത്ത ക്രീമില്ലേ, അതിൽ നിന്ന് ഒരു കുറച്ച് അതിൽ ഒഴിക്കുക, എന്നിട്ട് സ്പാച്ചിൽ വെച്ച് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ശരി. മിൽക്ക് മെയ്ഡ്. വേറെ പട്ടികള് കേറിയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ കോമ്പൗണ്ടിലേക്ക്. അപ്പൊ മറ്റവരവിടെ കുരക്കുന്നുണ്ട്, വലിയവര്. അപ്പൊ ഇവർക്ക് അതിനെ നേരിടാൻ പോവാൻ പറ്റണില്ലല്ലോ. അങ്ങനെ അതിന്റെ ഇതാണ് ഞങ്ങളിവിടെ കെട്ടിയിട്ടിട്ട് ആക്രമിക്കൂ എന്നാവും അവിടെ നിന്ന് പറയണത് അവര്. ഇവർക്ക് പക്ഷെ പോവാൻ പറ്റില്ലല്ലോ. എനിക്ക് കേക്ക് ഉണ്ടാക്കുമ്പോഴേ ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഇത് ഇത് ഇങ്ങനെ ലെയറാക്കി ഇത് ഇങ്ങനെ ഇടുന്നത് എനിക്ക് നല്ല ഇഷ്ടം. ഞാൻ ഒരുവിധം നന്നായി തന്നെ ഇടൂട്ടാ. അതിന്റെ കേക്ക് ടേസ്റ്റ് കൂടുതലാ. ഇപ്പൊ നമ്മള് റേറ്റ് അത്രയാണ് എന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും ഇപ്പൊ ചില റേറ്റ് കുറഞ്ഞ കേക്ക് ഉണ്ടാവില്ലേ, അപ്പൊ അത് അത്ര റേറ്റ് അല്ലേ ഉള്ളോ എന്നും പറഞ്ഞ് കുറച്ചിടുന്ന പരിപാടി ഇല്ല. എല്ലാത്തിലും ഏകദേശം ഒരുവിധം നന്നായി തന്നെ ഇടും. ഇത് ഫൈനൽ ലെയർ ആട്ടാ. ഇത് വെച്ചിട്ട് കുറച്ചുകൂടി ചോക്ലേറ്റ് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ വേണ്ട, ഇതിന്റെ മേലെ ഇടുന്നില്ല, കഴിഞ്ഞില്ലേ. ഇത് വെച്ചിട്ട് നമ്മൾ ഒന്ന് ലെവലാക്കുക കേട്ടാ. അതിനനുസരിച്ച് നമുക്ക് കറക്റ്റ് ആ റൗണ്ടിൽ കിട്ടുക. ചിലപ്പോൾ സെൻറ്റർ ഇത്തിരി ബൾജായി നിൽക്കണമെങ്കിൽ ഒന്ന് കൈവച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് സിറപ്പാക്കി കൊടുക്കാം.
സിറപ്പ് തികഞ്ഞൂട്ടാ. സിറപ്പ് ഞാൻ ഈ പാത്രത്തിൽ പെട്ടെന്ന് കണ്ടപ്പോഴേ തികയില്ലേ എന്നൊരു സംശയം തോന്നി. മിഡ് നൈറ്റിലൊരു കേക്ക് നിർമ്മാണം. നമ്മൾ ന്യൂ ഇയറിൻ്റെ കേക്ക് അങ്ങനെ തന്നെയായിരുന്നു അല്ലേ. ഇനി നമ്മളിതിനെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് വെക്കണം. ക്രം കോട്ട് ചെയ്ത് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്രംസ് പുറത്തേക്ക് വരാണ്ടിരിക്കാനേ. ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ നല്ല എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രം കോട്ട് ചെയ്യണം കേട്ടോ. കുറച്ച് ക്രീം എടുത്തിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കണം. അതിനാണ് ഈ ക്രം കോട്ട് ക്രം കോട്ട് ചെയ്യണത്. പക്ഷേ ഇപ്പോൾ നമുക്കിവിടെ ക്രം കോട്ട് ചെയ്ത് ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല. സമയമില്ല, കറണ്ടും ഇല്ല. എന്നാലും വെറുതെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. പകലോടുകൂടി സമാധാനമായിട്ട് നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. ഇതുവരെ ഉണ്ടാക്കിയതൊക്കെ ഇതുപോലെ വൈകുന്നേരം. അതതിനെ ഇന്നത്തെ ദിവസം ലാസ്റ്റ് ദിവസമായി. ഇനി ഇവിടെ നിങ്ങോട്ട് നാളെ തൊട്ട് ഒഴിവില്ല. അപ്പം ഇന്ന് തന്നെ ചെയ്തത് അതുകൊണ്ടാണ്. ശരിക്കും ഇതൊരു ദിവസമൊക്കെ വെച്ച്, അല്ലെങ്കിൽ വേണ്ട ഒരു 3 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തിട്ട് വേണം ബാക്കി അല്ല കഴിച്ച് നോക്കാൻ. ആ ഒരു തണുപ്പിൽ കഴിച്ച് നോക്കാനായിട്ട്. നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കിയപ്പോഴല്ലേ ചൂട്ടോടെ ടേസ്റ്റ് ചെയ്തത്. അതും രാത്രി തന്നെ ചെയ്തേക്കണം. എല്ലാവരും രാത്രി തന്നെ അതന്നെ. ഇത് ക്രം കോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഇത്ര ക്രീമിന്റെ ആവശ്യമുള്ളൂ കേട്ടോ. ശരിക്കും ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. നമ്മളിത് വെച്ച് നമ്മൾ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് വരുന്ന സമയം മതി. എന്നിട്ട് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിത് ഫൈനൽ കോട്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ചെയ്യാൻ പോവാണ്. പ്രിയമുള്ളവരെ, ഇതിനിടയിൽ വളരെ സങ്കടകരമായ ഒരു സംഭവം നടന്നു. അത് വളരെ വിഷമത്തോടു കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. അതായത് ഇതിൻ്റെ മോൾ ഭാഗവും താഴെ ഭാഗവും നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തിട്ടാ ചെയ്യാറെന്നൊക്കെ ഞാൻ മെറീനോട് ചോദിക്കുകയൊക്കെ ചെയ്ത് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. ആ സാധനം ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോഴാണ് മെറീനയ്ക്ക് അത് ഓർമ്മ വന്നത്. അത് ഞങ്ങളാണെങ്കിൽ എല്ലാവരും കഷ്ടപ്പെട്ട് തിന്ന് കഴിച്ചു. ഇനി ബാക്കി ഇത് ഇത്രയാണ് ഇനിയുള്ളത് ബാക്കി. അതെ, അതുകൊണ്ട് ഇനി നടക്കില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഡെക്കറേഷൻ കേക്ക്, റെഡ് വെൽവെറ്റ് കേക്കിന് കോമൺ ആയിട്ടുള്ള ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്രംസ് മുകളിലിട്ടിട്ടുള്ള ഡിസൈനാണ്. അപ്പൊ അതില് ചെയ്യാമെന്ന് കരുതിയിട്ടൊക്കെ വെച്ചതാണ്. പക്ഷെ അതാണ് സാധാരണ അതാണ് ചെയ്യുന്ന സാധനം മിക്സിയിലൊന്ന് മറ്റേ ചൂടാക്കിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കുക. എന്നിട്ട് ആ പൊടിച്ചത് ഇങ്ങനെ വെതറിയിടാം. അരിച്ചിടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വെറുതെ ഇടണമെങ്കിൽ ഇടാം. അതാണ് ഒരു കോമൺ റെഡ് വെൽവെറ്റ് ഡെക്കറേഷൻ. ഇനിയിപ്പോൾ നമുക്കൊന്നും മാറ്റി പിടിക്കാം, വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ഞാനത് മുറിച്ച് വെച്ചത് ഞാൻ തന്നെയാണ് പറഞ്ഞത് കഴിച്ച് നോക്കിക്കോളാൻ. കഴിച്ച് അവസാന ഭാഗം എത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അത് അങ്ങനെ ഒരു ഇത് സംഭവിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഡെക്കറേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റി ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലായിടത്തും കണ്ട ഡെക്കറേഷൻ ആയിരിക്കില്ല. നമുക്ക് തുടങ്ങാം. ചോക്ലേറ്റിൽ ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മളിത് ഫ്രിഡ്ജിലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. പറഞ്ഞില്ല, ഇവിടെ കറണ്ട് പോയിരിക്കുകയാണ്, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടും കാര്യമില്ല. നമ്മളിപ്പോൾ തൽക്കാലം ഫൈനൽ കോട്ട് ചെയ്യാണ് കേട്ടോ. ഇത് മറ്റേ സാധനത്തിലാക്കിയിട്ട് പൂവൊക്കെ ഉണ്ടാക്കുമോ? ഇല്ലല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാക്കുമോ? അത് ഡെക്കറേഷൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാമല്ലോ. ക്രീമിൻ്റെ തന്നെ ഒരു സ്ട്രക്ചർ മാറി തുടങ്ങി. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റാത്തവരണേ ലൂസായി തുടങ്ങിയില്ലേ. വല്ലാണ്ടല്ല, ക്രീമൊക്കെ ഉപയോഗം കഴിഞ്ഞ ഉടനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഇത് നമ്മളേ ഓവറായിട്ട് ഫിനിഷാക്കി നിൽക്കണില്ല കേട്ടാ, പെട്ടെന്ന് അവസാനിപ്പിക്കാണ്. അപ്പോൾ അതിന് നമുക്ക് ഈ സ്ക്രാപ്പറാണ് ഏറ്റവും നല്ലത്. ഇത് വെച്ചിട്ട് ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ സംഭവം നീറ്റായി ആയില്ലേ. ഇവിടെ നിന്നിട്ട് ചെയ്യണമായിരുന്നേ. ഞാനൊരു ഇത്തിരി ലോങ് ആയിട്ടുള്ള ഒരു ചെയറും ഇരുന്നിട്ട് ചെയ്യാം. അപ്പം ഈ കറക്റ്റ് അതിൻ്റെ ഇത് കാണാൻ പറ്റേ. ഓക്കെ, മതി, ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേൽഭാഗം ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഈ സാധനം കൊണ്ട് തന്നെ ചെയ്യില്ലേ. എന്നിട്ട് പിന്നെ നമുക്ക് ഓയിൽ ബ്രഷ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് സിമ്പിളാക്കി ഫിനിഷാക്കി എടുക്കാം. ഞാൻ തിരിച്ചുണ്ട് പാല് തിളപ്പിച്ചോണ്ടിരുന്ന നിൽക്ക് അത് അധികമൊന്നും വേണ്ട, ഒരു 1/2 ഗ്ലാസ് മതി. തിളപ്പിക്കൊന്നും വേണ്ട, നല്ല ചൂട് മതി. പാല് നേരത്തെ കൊണ്ടുവന്നതിൽ ബാക്കി അത് മതി. ഇതാ നമ്മളിപ്പോൾ വല്ലാണ്ട് ഫിനിഷാക്കാനൊന്നും നിന്നിട്ടില്ല. പറഞ്ഞില്ല, നമ്മുടെ സമയം നമുക്ക് വളരെ വിലപ്പെട്ടതായിക്കൊണ്ടിരിക്കുകയാണ് നേരം. അപ്പോൾ നമുക്ക് ആ ഓയിൽ ബ്രഷ് വെച്ചിട്ടേ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ ഒരു ഡിസൈൻ ആവുകയും ചെയ്തു, നമ്മുടെ ഫിനിഷിങ്ങും കഴിഞ്ഞു. റൊട്ടേറ്റ് ചെയ്യണില്ല, ഇങ്ങനെ ലൈൻ ഇങ്ങനെ വരയ്ക്കണല്ലോ. പരിപാടി എളുപ്പമായില്ലേ. അപ്പോൾ വെറുതെ അതും വിട്ടിട്ട് ഇങ്ങനെ ഫിനിഷാക്കി നേരം കളയണ്ടല്ലോ. സൈഡും നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. മുകളിലേക്ക് വെറുതെ ഒന്ന് ഇങ്ങനെ പൊന്തിച്ചു കൊടുത്താൽ മതി.
നമ്മളിതിൽ ഡ്രിപ്പ് ഡിസൈനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ചോക്ലേറ്റ് കൊണ്ട് റെഡ് കളറിലേ. റെഡ് വെൽവെറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു റെഡ് കളർ വരണ്ടേ. ഇപ്പം ഏതായാലും ക്രംസ് ഡിസൈൻ എന്തായാലും പോയി. തൽക്കാലം നമുക്ക് പാല് ചൂടാക്കി കൊണ്ടുവരണം. അത് ഒന്നുകിൽ പാല് അല്ലെങ്കിൽ നമ്മൾ ഈ ക്രീം ചെയ്യാനെടുത്തില്ലേ, വിപ്പിംഗ് ക്രീം, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടായാലും മതി. പക്ഷെ ചൂടാക്കണം. നന്നായി ചൂടായി വരുമ്പോൾ ഈ ചോക്ലേറ്റ് അതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. വേണ്ടല്ലോ, നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കി എവിടെയെങ്കിലും വേണ്ടി വരൂ. വേണ്ട. അപ്പൊ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഈ വൈറ്റ് ചോക്ലേറ്റ് എടുക്കാണ് കേട്ടോ. നമ്മുടെ ഡെക്കറേഷൻ മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു, ഡ്രിപ്പാക്കാന്ന് കരുതി. മറ്റേനെന്ത് പറയും, ക്രംസ് ഡിസൈൻ അല്ല നമ്മൾ ചെയ്യുന്നത്, ഡ്രിപ്പ്. ഇത് നന്നായി ചൂടായിട്ടില്ലേ പാല്? നമുക്ക് ആവശ്യത്തിന് കുറച്ച് പാല് മതി. ബാക്കി മാറ്റി വെച്ചു. ഇതാണ് വേണ്ടത്, അതല്ല കാണിക്കേണ്ടത്. അയ്യോ, ഇതാണ് വേണ്ട പാല് കേട്ടാ. അതിലേക്ക് നമ്മൾ ഈ ചോക്ലേറ്റ് ഇടാണ്. ചൂട് വേണട്ടോ, ചൂടില്ലേ? ചൂടുണ്ടായിരുന്നു കൊണ്ടുവരുമ്പോ. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോലും ഒഴിക്കല് കേട്ടേ, പെട്ടെന്ന് മെൽറ്റ് ആവണല്ലോ അല്ലേ. കുറച്ചുകൂടി ചോക്ലേറ്റ് ഒന്ന് അരിഞ്ഞോ, ഇതിലേക്ക് ഇട്ട് നോക്കിയിട്ട് അത് ഇങ്ങനെ സ്ലോവിൽ ഇങ്ങനെ ഒഴുകണ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടണം അല്ലേ, എന്നാലാണ് അത് നിക്കുള്ളൂ കേക്കില്. ഞാനത് അളവ് പാത്രം ഒന്നും എടുത്തില്ലേ, നമ്മള് ശരിക്കും എന്തോ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊക്കെ അല്ലേ ഇത് മെൽറ്റ് ആക്കാം. അതെ, അങ്ങനെയും ചെയ്യാം. ചൂടുള്ള പാലിലേക്ക് നേരിട്ട് ഒഴിച്ചിട്ടും ചെയ്യാം, ചൂടുള്ള ക്രീം ഒഴിച്ചിട്ടും ചെയ്യാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ചാ പോരെ? മിൽക്ക് മെയ്ഡ് ഒഴിച്ചാ ഈ ടേസ്റ്റ് ആയിരിക്കില്ലേ, വേറൊരു ടേസ്റ്റ് ആയിരിക്കില്ലേ പാൽ. ഫ്രഷ് ക്രീം ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിനി ഡ്രിപ്പ് കൊടുക്കാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഡ്രിപ്പ് കൊടുക്കാറായി എല്ലാവരും. അതൊക്കെ നമ്മുടെ ഡെക്കറേഷൻ മാറ്റി പിടിച്ചല്ലോ. ഇതിപ്പോൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താണ്. 2 സ്പൂൺ പാല് നന്നായി തിളപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ ഉള്ളിൽ ഫില്ലിങ്സിനിട്ട ചോക്ലേറ്റ് അതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തു, അരിച്ചെടുത്തു തരികളില്ലാണ്ടിരിക്കാൻ. അത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് ഈ റെഡ് കളർ ഒരു ഡ്രോപ്പോ 2 ഡ്രോപ്പോ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. നമുക്ക് എന്തോരം കളർ വേണം അതിനനുസരിച്ച് ചേർക്കാം അല്ലേ. ഇത് പെട്ടെന്ന് കളർ പിടിക്കും, നമുക്ക് ക്രീമിൽ ആക്കണ പോലെയല്ല. നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരിത്തിരി ചൂടുണ്ട് കേട്ടപ്പോൾ. നമ്മളിത് ഉരുക്കിയല്ലേ. നമുക്ക് കുറച്ച് ട്രിപ്പ് കൊടുത്ത് ബാക്കി ഉണ്ടെങ്കിൽ മുകളിൽ ഫുള്ള് ഫില്ല് ചെയ്യാം. ഫുള്ള് റെഡിലിരുന്നോട്ടെ. ഗ്ലാസ്സിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിക്കാൻ സുഖം ഉണ്ടാവും കേട്ടോ. അത് കാരണം കത്രി എടുത്തതിൻ്റെ ടിപ്പ് കട്ട് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്യാം. ഒരു ക്രിസ്മസ് ടച്ചിന് ഒരു റെഡ് കളർ വരുത്താൻ വേണ്ടിയിട്ട് ക്രംസൊക്കെ ഇടാൻ വെച്ചിരുന്നതാ. എല്ലാവരും കൂടി ആസ്വദിച്ച് കഴിച്ചു. ഞാൻ തന്നെയായിട്ട് എടുത്ത് കൊടുത്തത്. പക്ഷെ ഇത് നന്നായിട്ടില്ലേ? അതിനേക്കാൾ നന്നായി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഡിസൈനായിട്ട് ഇഷ്ടമാണ്. പക്ഷെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒക്കെ ചെയ്യാൻ കഴിഞ്ഞു. ഇത് ചെയ്യാൻ ഇത്തിരി മടിയുണ്ട് ഉള്ളത് സത്യമാണ്. ഇതാദ്യം നമുക്ക് ഇവിടെ സൈഡിലേക്ക് ആക്കിയിട്ടേ എന്നിട്ട് ബാക്കി സെൻറ്ററിലേക്ക് ഒഴിക്കാം. ബാക്കി ഉണ്ടെങ്കിൽ ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ഇത്തിരിയും കൂടി കട്ടിയിലെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ ഒലിച്ച്. ഇതിപ്പോൾ ഇത്തിരി കട്ടി കുറവാ, അതുകൊണ്ടാണ് ഒരു ചെറുതായിട്ട് കുറച്ച് സ്പീഡിൽ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് സെൻറ്ററിലേക്ക് ആക്കുകയാണ്. ഫുള്ള് ചോപ്പിൽ അങ്ങോട്ട് ഇരുന്നോട്ടെ. ഇവിടെ കറണ്ടും പോയി, നമ്മുടെ പ്ലാനിങ് തെറ്റി. കറണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളത് നമ്മൾ എന്തായാലും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. കുറച്ചല്ലേ ഉള്ളൂ. അതെ, ഇതിപ്പോൾ നമ്മുടെ യുക്തിയൊക്കെ ആകെ പോയിപ്പോൾ കയ്യിൽ നിന്ന് പോയി. ഞാനിപ്പോൾ ഇത് അറ്റം മുട്ടിക്കാത്തത് നമുക്ക് ആ സൈഡ് മുഴുവൻ ഫ്ലവേഴ്സ് വെക്കാന്ന് വിചാരിച്ചിട്ടാ. സംഭവം ഇതിന് ടേസ്റ്റ് കൂടുതലാ. ഇത് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതല്ലേ. ക്രംസ് ഇടുന്നേക്കാളും ടേസ്റ്റ് കൂടുതലാണിത്. ഓക്കെ, ഇത്ര മതി. നമുക്കിനി സൈഡ് മുഴുവൻ കുറച്ച് ഫ്ലവേഴ്സ് വെക്കാം. കോമൺ ആയിട്ടുള്ള നോസിലാട്ടാ, 100N1 എന്ന് പറഞ്ഞിട്ടുള്ള നോസില.
ഈ നോസിലുണ്ടെങ്കിൽ ഒരുവിധം എത്ര അറിയാത്തവർക്കും ഡിസൈൻ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് എങ്ങനെ പിടിച്ച് തിരിച്ചാലും ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് കിട്ടും. ആ, അതുകൊണ്ട് അറിയാത്തവർക്കും ചെയ്യാം. ഇതൊന്ന് കഴുകി കൊണ്ടുപോയി ഓടി ഓടി കഴുകി. ഇവിടെ കഴുകാൻ പറ്റിയത് ഭാഗ്യം. അതെ, അത് പെട്ടെന്ന് വൃത്തിയാവില്ല കേട്ടാ, അതുകൊണ്ടാണ് അത് ഞാൻ തന്നത്. മതിയല്ലേ? അത് ഞാൻ മിണ്ടാതെ നിന്ന് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് കഴിയേണ്ട സമയം കഴിഞ്ഞു. ഇത് കഴിഞ്ഞേനെ. ഇത് സംസാരിക്കുമ്പോൾ പലതും കയ്യിൽ നിന്ന് പോണു. എങ്ങനെ തെറ്റിൽ നിന്ന് ശരിയാക്കി കൊണ്ടുവരാന്ന് പഠിച്ചില്ലേ? നോക്ക്, ഇത് നമ്മൾ ഇതിൽ കളർ ചേർക്കണില്ല കേട്ടോ. ഇപ്പോൾ ഫ്ലവറിന് കളർ ചേർക്കണില്ല. ചുമപ്പാണല്ലോ, അപ്പൊ പിന്നെ ഇതും വൈറ്റ് തന്നെ പോരാ. മതി. അല്ലെങ്കിൽ ഇനി ആ കളറിന് വേണ്ടിയിട്ട് എങ്ങനെ ഓടണ്ട വന്നാലോ? നമുക്ക് ലീഫ് വേണമെങ്കിൽ പച്ച കളർ ലീഫ് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. വേണ്ട വേണ്ട വേണ്ട, ഇല എനിക്ക് ഇഷ്ടല്ല. ഇഷ്ടല്ല? നമുക്കിപ്പോൾ തൽക്കാലം ഇത് കവർ ചെയ്യുന്ന പോലെ പൂക്കൾ എടുക്കാം കേട്ടോ. ഇതെല്ലാം വിചാരിച്ച ഡിസൈട്ടാ. അപ്പോൾ ക്രീം അടിച്ചത് അതിനുള്ളത് അടിച്ചിട്ടോ. പകുതി എത്തുമ്പോൾ ക്രീം കഴിയുക. അപ്പോൾ വേറെ ഡിസൈൻ. നമ്മളോടാണോ കളി? അല്ലേ? സമയാണ് ഇഷ്ടം പോലെ നേരം വിളിക്കാൻ. ഇപ്പൊ നോക്കിയാൽ നമുക്ക് ഇവിടെ ആകെ ഉള്ള വൃത്തികേട് പോയി കിട്ടിയില്ല. ബാക്കി വന്ന ക്രീം എന്ത് ചെയ്യുന്ന വെച്ചിട്ട് ഇരിക്കുന്നു ഞാൻ. അതെ, ഒരു സമാധാനം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബോൾസ് ഇടാം. പക്ഷെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അതല്ലേ ഞാൻ പറഞ്ഞ, പക്ഷെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ചുറ്റും കുറച്ച് കല്ലുണ്ട്, സോറി ഗൈസ്, ഞാൻ ബോൾസ് എടുത്തിട്ടില്ല തൽക്കാലം. മറ്റേ ഡിസൈൻ വിചാരിച്ചിട്ടോ നീ വന്നിട്ടുണ്ടാവും. ഞാൻ ആ ഡിസൈൻ ചെയ്തിട്ട് ഒരു ഒറ്റ ഫ്ലവർ ചെയ്തിട്ട് ഹാപ്പി ക്രിസ്മസ്, നമുക്കൊരു ഹാപ്പി ക്രിസ്മസ് വെക്കാം. ഹാപ്പി ക്രിസ്മസ് വെക്കാം. ഇങ്ങനെ ചെയ്ത സ്ഥിതിക്ക് ഇതില് കുറച്ച് ബോൾസ് ഗോൾഡൻ സിൽവർ ഒക്കെ കുറച്ചിന്റെ മേലെ ചെയ്താ കുറച്ചും കൂടി ഇത് ഇട്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഗ്ലാമർ ആയേനെ കേക്ക്. പക്ഷെ അത് മെറീനെ എടുക്കാൻ മറന്നുപോയി. ഇപ്പൊ നമ്മള് ബാക്കി എല്ലാം മറന്നു. അപ്പൊ ഇത് മാത്രമായിട്ട് എന്തിനാ ഓർമ്മിക്കണല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുക്കാൻ വന്നപ്പോ മറന്നത് വളരെ ചെറിയ സാധനമായിരുന്നു, ബീറ്റർ. അത് ഭാഗ്യത്തിന് കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഏതായാലും ക്രിസ്മസ് അല്ലേ, നേരത്തോടു കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നേരുകയാണ്. ഇത് ഞാൻ ആദ്യം എടുത്ത് വെച്ചു കേട്ടാ, ഭാഗ്യത്തിന്. ഇതിപ്പോ നമുക്ക് കുത്തി വെക്കണോ കെടുത്തി വെക്കണോ? കുത്തി വെക്കണോ കെടുത്തി വെക്കണോ? എങ്ങനെയാലും കുത്തി വെക്കണം. അപ്പൊ അങ്ങോട്ട് തന്നെ ആക്കി വെക്കാം അല്ലേ? അങ്ങനെയൊക്കെ വെച്ചോ. ഓക്കെ, ചെരിഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ ക്രിസ്മസ് കേക്ക് റെഡി. ഇതിൽ നിറച്ച് ബോൾസ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു. പക്ഷെ ബോൾസ് എടുക്കാൻ മറന്ന കാരണമുണ്ടേ മെറിയനക്ക് ഇപ്പം തോന്നിയൊരു ഐഡിയ ആണ്. ഇതെടുത്തിട്ട് കുറച്ച് റെഡ് കളറുള്ള ക്രീം എടുത്തിട്ടേ ഉണ്ടാക്കിയിട്ടേ അത് ഈ വെള്ള പൂക്കൾ നമ്മൾ ആക്കിയിട്ടില്ലേ അതിൻ്റെ നടുവിൽ ഇങ്ങനെ 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 ആക്കി കൊടുക്കാം. ഓരോ ഡോട്ട് ഭംഗി ഉണ്ടാവും. അതങ്ങനെ കിടക്കണിട്ട് ഒരു മനസ്സുഖല്യാണ്. മെറിയനക്കൊരു മനസ്സുഖല്യാണ്. ഇതിപ്പോൾ ഒരു കോമൺ ഡിസൈൻ ആയിട്ടാ, പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുള്ള ഡിസൈൻ ഒന്നല്ല. മെയിനായിട്ട് ഇപ്പം നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണല്ലോ, ഡിസൈൻ അല്ലല്ലോ ഇമ്പോർട്ടൻസ്. അങ്ങനെയൊക്കെ ഇനി പറയാം. അതെ, ഇനിയിപ്പോൾ അതന്നെ നടക്കുള്ളൂ. നമ്മൾ മലയാളികൾക്ക് പറയാനാണ് വാക്കുകളില്ലാത്തത്. അതന്നെ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കുഴപ്പമില്ല, റെഡ് തന്നെയാണല്ലോ ആക്കാൻ. ഓട്ടെ കൂടെ ഓരോ കുത്തിടാനല്ലേ? റെഡ് ഇത് മതിയാ? കുറച്ചുകൂടി റെഡ് ആക്കണം? കുറച്ചുകൂടി ആക്കാം അല്ലേ? കളറ് പോരാ എന്ന് പിന്നെ അമ്പുറത്ത് നിന്ന് ശബ്ദരേഖ വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി കളർ ഇടാം. ക്രീമിൽ കളറാക്കുമ്പോൾ കണ്ട കുറേ കളർ ഇട്ടാലാ കുറച്ച് വരുള്ളൂ. നേരെ മറിച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിൽ നമ്മൾക്ക് ഒരു തരി ഇടുമ്പോഴത്തേനും കണ്ട ആ കളർ കണ്ട അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ഓരോ ബോൾസ് പോലെ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇതും കൊണ്ടല്ല രണ്ട് വീട്ടിൽ ടേസ്റ്റ് ചെയ്യാൻ.
നല്ലൊരു എൻഡ് കിട്ടും. കരോളൊന്നും ശരിക്കും നല്ല രണ്ട് പണി കഴിഞ്ഞിട്ട് വന്ന് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങും. നല്ല രണ്ട് പണിയുണ്ട്. അതിന്റെ ഒരു ഫിനിഷിംഗ് ലുക്ക് വന്നത് കുറച്ചും കൂടി ഭംഗി വന്നു. രണ്ടല്ല പൊട്ടിച്ച് വെക്കാൻ നമുക്ക് പെട്ടെന്ന് കഴിയും. സംഭവം ലീഫ് വന്ന ഒരു പ്രത്യേകത കേട്ടാ. മെറീനയ്ക്കും മെറീനയുടെ ചേട്ടൻ ഇവിടെ നിൽക്കേണ്ട ആൾക്കും ഇല വരച്ചേ പറ്റും. ഈ വെള്ളയും ചുവപ്പിന്റെ ഇടയിൽ ഒരു പച്ചയും കൂടി വന്നു കഴിഞ്ഞത് നല്ല ഭംഗി ഉണ്ടാവും പറഞ്ഞിട്ട് അപ്പം ഇത് ഇല ഉണ്ടാക്കാൻ നിൽക്കുക. ചെറിയൊരു പച്ച കളർ കേട്ടാ, ലൈറ്റ് പച്ച, ഡാർക്ക് പച്ചയല്ല, ലൈറ്റ് പച്ച. ഈ നോസിലാണ് കേട്ടാ. നോസിലിന്റെ നമ്പർ 145 കേട്ടാ. ഇല ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഈ നോസിലാവും അല്ലേ? ഇതുകൊണ്ട് തന്നെ പൂവും ചെയ്യാം. കളർ ചേർത്തിരിക്കുന്നത് മറ്റേ നിയോൺ ബ്രൈറ്റ് ഗ്രീൻ ട്ടാ. ചെറിയ ഓരോ ലീഫുകൾ കിട്ടാ. നമ്മുടെ കേക്ക് ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴല്ലേ ടേസ്റ്റ് ഉണ്ടാവാം അല്ലേ? ഒരു ഓവർനൈറ്റ് ഇരിക്കട്ടെ. ഇരിക്കട്ടെ. എന്നിട്ട് നാളെ നമുക്ക് ടേസ്റ്റ് ചെയ്യണ വീഡിയോ എടുക്കാം. അതെ, ടേസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് അഭിപ്രായം പറയൂ. പറയാം. ഇവർ പിന്നെ കറക്റ്റ് അഭിപ്രായം പറയുള്ളൂ കേട്ടാ. അതിലെനിക്ക് യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെ നന്നാക്കിയില്ലെങ്കിലും എനിക്ക് പണി കിട്ടും. കറക്റ്റ് തന്നെ പറഞ്ഞോളൂ. അപ്പോൾ നാളെ ഞാൻ വരുന്നില്ല, നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് വരാൻ നേരം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇവൻ പോണ്ട്. അങ്ങനെ ക്യാമറാമാൻ ഇരുട്ടിലേക്ക് മറഞ്ഞു.